ഉപ്പച്ചി മുസ്ലിമാ, അമ്മ ക്രിസ്ത്യനാ, അപ്പൊ ഞാൻ എന്താ ഹിന്ദു ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അവള്. ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ശ്രീവിദ്യ ഒക്കെ നമ്മുടെ തലയിലുണ്ടായിരുന്നു. ഇപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് രാത്രി വരെ ഒന്ന് നരേന്ദ്രമോദിയുടെ മുഖ തലയിൽ വരുന്നത്. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതം എന്തുമാത്രം അരസികവും ബോറുമായി പോയി എന്നുള്ള ആലോചിച്ച് ചോദിക്കുക. പിന്നെ ഭക്ഷണം എന്റെ വീട്ടിലൊക്കെ എല്ലാ ഈദിനും ബിരിയാണി കഴിക്കാൻ ഒരുപാട് സുഹൃത്തുക്കളെ വിളിക്കാറുണ്ട്. ഇവരൊക്കെ ഇപ്പൊ ആലോചിക്കണ്ടാവും, ഷാജഹാൻ അന്ന് കൈവിഷം വല്ലതും തന്നിരുന്നു. എനിക്ക് പാലാ മെത്രാനോട് ഭയങ്കര കൃതജ്ഞത തോന്നുന്ന ഒരു സംഗതി ഉണ്ട് കേട്ടോ. അദ്ദേഹം പറയാതിരുന്ന ഒരു കാര്യത്തിന്റെ പുറത്ത്, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ഒരു ജിഹാദി പ്രേമലേഖനം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയോടെ മുതൽക്കാണ് കേരളത്തിൽ ലവ് ജിഹാദ് തുടങ്ങിയതെന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ എന്നതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനം തോന്നുന്നുണ്ട്. ഒരു നിലക്ക് രാഷ്ട്രീയ പാർട്ടികൾ ഈ ഒരു വിഷയത്തിനോട് സ്വീകരിച്ച നിലപാടിനെ എങ്ങനെയാണ് കാണുന്നത്? ഓരോ രാഷ്ട്രീയ, ഇപ്പൊ കോൺഗ്രസ്, CPM, BJP മൂന്നും എടുത്താൽ. ദുബായ് ഭരണാധികാരി അദ്ദേഹത്തിന്റെ ഒരു ദർശനത്തെ കുറിച്ച് എഴുതിയൊരു പുസ്തകത്തിൽ അദ്ദേഹം തുടങ്ങുന്നത്, ആഫ്രിക്കയിൽ രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്ന ഏത് മാൻപേടയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഏറ്റവും വേഗതയിൽ ഓടുന്ന സിംഹത്തെക്കാൾ കൂടുതൽ വേഗതയിൽ ഓടുക എന്നുള്ളതാണ്. അതിജീവനത്തിന് അത് മാത്രമാണ് വഴി. അപ്പൊ ഇപ്പൊ യുക്തിവാദികളുടെ കാര്യം ഞാൻ സുനിതയുടെ അടുത്ത് മുമ്പ് നമ്മൾ ആ ക്ലബ് ഹൗസ് ചർച്ചയിൽ പറഞ്ഞു, എനിക്ക് ഇവരെ ഈ ഒരു മൊത്തം വിഭാഗം ഉണ്ടല്ലോ, ഇപ്പം ഈ രാവിലെ മുതൽ രാത്രി വരെ ഇസ്ലാമിലെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണ് എന്ന് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇസ്ലാമിൽ ഞാൻ പഠിച്ചൊരു വിഷയമാണ് ഇസ്ലാം, അറബി സാഹിത്യം, അറബി ഭാഷയൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. ഇതിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ടെന്ന് വിചാരിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷെ ഇവരുടെ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്ത് നടക്കുന്ന വേറൊരു കാര്യം ഇവർക്ക് അറിയില്ല. രാവിലെ മുതൽക്ക് അർദ്ധരാത്രി വരെ ഖുർആനിൽ ഇനിയിപ്പോ കണ്ടുപിടിക്കപ്പെടാത്ത പുതിയ വൈരുദ്ധ്യം എന്താ ഉള്ളത്, പുതിയ കുഴപ്പം എന്താ ഉള്ളത്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരൊറ്റ സംഗതിയാണ്. പണ്ട് അതിമനോഹരമായ ഒരു കഥ ഒബ്സഷനെ കുറിച്ച് ജോൺ എബ്രഹാം എഴുതിയിട്ടുണ്ട്, കോട്ടയത്ത് എത്ര മത്തായിമാരുണ്ട് എന്നുള്ളത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ ഷാജഹാൻ മാടമ്പാട്ടാണ്. ആനുകാലിക രാഷ്ട്രീയത്തെക്കുറിച്ചും പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ 11 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നത്. പാലാ ബിഷപ്പിന്റെ ഈ പ്രസ്താവന വന്നിട്ട് ഇന്നേക്ക് 11 ദിവസമായി. നമുക്ക് അദ്ദേഹത്തോടു കൂടി അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. സാർ ലവ് ജിഹാദിന്റെ ആളാണോ? ഒരു ക്രിസ്ത്യൻ പെൺകുട്ടീനെ കൂടോത്രം എന്തോ ചെയ്ത് തട്ടിക്കൊണ്ടുവന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ജിഹാദ് എന്ന് പറയുന്നതിന്റെ ഭാഷാപരമായ അർത്ഥം കടുത്ത പരിശ്രമം എന്നാണ്. ഞാൻ ആ കല്യാണം കഴിക്കാൻ വേണ്ടി കടുത്ത പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിൽ ലവ് ഉണ്ട് എന്നുള്ളതും സത്യമാണ്. അത് രണ്ടും കൂടി ചേർത്ത് പറയുമ്പോൾ വരുന്ന വലിയ അർത്ഥങ്ങൾ ഉണ്ട് എന്നുള്ളതുകൊണ്ട് എനിക്കിപ്പോ അതിന് അതേന്ന് പറയാൻ ഒരു മടിയുണ്ട്. കൂടോത്രം ചെയ്തോ? കൂടോത്രം ഭാഗ്യവശാൽ ചെയ്യേണ്ടി വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യത്തിന് കൂടോത്രമൊക്കെ കുറച്ചുകൂടി പ്രായമാവുമ്പോഴാണ് ആവശ്യം വരിക. പാലാ ബിഷപ്പിന്റെ ഒരു നാർക്കോട്ടിക് ജിഹാദ് പ്രസ്താവനയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇത് കേരള ചരിത്രത്തില് ഒരു വലിയ മതമേലധ്യക്ഷൻ നടത്തുന്ന ആദ്യത്തെ പച്ചയായ വർഗീയ പ്രസ്താവനയാണ് അത്. അതിൽ യാതൊരു സംശയവുമില്ല. ഇതിനു മുമ്പ് എൻ്റെ ഓർമ്മയിൽ ആരെങ്കിലും അങ്ങനെ അല്ലാതെ പറഞ്ഞു തരികയാണെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ഓർമ്മയിൽ കേരളത്തിൽ കാലം വരെ ഈ തലത്തിലുള്ള ഇത്രയും വലിയ പദവിയിൽ ഇരിക്കുന്ന ഒരു മതമേലധ്യക്ഷൻ വേറെ ഒരു മതത്തിന്റെയും ക്രിസ്തു മതമാണെങ്കിലും ഹിന്ദു മതമാണെങ്കിലും ഇസ്ലാം ആണെങ്കിലും ഈ നിലക്ക് പച്ചയായ വർഗീയ പരാമർശം, മറ്റൊരു സമുദായത്തിന് സാമ്പത്തികമായിട്ട് ബഹിഷ്കരിക്കണം എന്നുള്ള വ്യംഗ്യവും പരോക്ഷവുമായിട്ടുള്ള ആഹ്വാനം, ആ നിലക്കുള്ള സംഗതി ഇതുവരെ നടത്തിയതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഞാൻ പറയുന്ന ഒരു കാര്യം, പലരും പറയുന്ന ഒരു കാര്യം, ഞാൻ എന്തുകൊണ്ടാണ് ഫേസ്ബുക്കിലൊക്കെ എഴുതുമ്പോൾ വന്ധ്യപിതാവ് എന്നൊന്നും പറയാത്തതെന്നുള്ളത്. പാലാ മെത്രാൻ എന്ന് മാത്രം പറയുന്നതിന്റെ കാര്യം, മക്കത്തെ പള്ളിയിൽ ഇമാമാണെങ്കിലും മദീനത്തെ പള്ളിയിൽ ഇമാമാണെങ്കിലും പാലാ ബിഷപ്പാണെങ്കിലും പിന്നെ ഏതെങ്കിലും മഠാധിപതികളാണെങ്കിലും വർഗീയതയും വൃത്തികേടും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സ്ഥാനത്തിന് നമ്മൾ ഇതുവരെ കൊടുത്തു പോന്നിരുന്ന ബഹുമാനം നമ്മൾ പിൻവലിക്കേണ്ടി വരും. കാരണം ഒരു സെക്യുലർ ബഹുസ്വര സമൂഹത്തിൽ പ്രതിബദ്ധതയോട് കൂടി ജീവിക്കുന്ന പൗരന്മാർ എന്നുള്ളവർക്ക് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ കാര്യം അത്തരം ആളുകൾക്ക് നൽകുന്ന ബഹുമാനം പിൻവലിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ബഹുമാനം പിൻവലിക്കുക എന്ന് പറയുമ്പോഴും കേരളത്തിൽ ഇപ്പൊ കഴിഞ്ഞ 10 ദിവസമായിട്ട് അത് കൂടി വരുന്നതാണ് കാണുന്നത്. ഇന്നലെ ഇപ്പൊ VN വാസവൻ, നമ്മളുടെ ഒരു മന്ത്രി തന്നെ പറഞ്ഞു ഇദ്ദേഹം പണ്ഡിതനാണ് എന്നാണ്, അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നു
തുടങ്ങിയ പ്രസ്താവനകളാണ്. അപ്പൊ അതെന്ത് ഇതിനുള്ളൊരു പ്രതികരണം ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ കൊടുത്തിരുന്നു. അത് ഞാൻ അപ്പടി വായിച്ചു കഴിഞ്ഞാൽ പറയുന്നതിനേക്കാൾ അർത്ഥം കറക്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എഴുതിയത് ഇതാണ്: മന്ത്രി വാസവന്റെ ശ്രദ്ധയ്ക്ക്. മോൺസിഞ്ഞോർ ജോസഫ് കാസ്പർ ടിസോ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ വലിയ പണ്ഡിതനായിരുന്നു. ഒരു കാര്യം കൂടി പറയണേ, ഈ മോൺസിഞ്ഞോർ ടിസോ എന്ന് പറയുന്ന കക്ഷി പാലാ മെത്രാനെ പോലെ തന്നെ ബഹുഭാഷാ പണ്ഡിതനുമായിരുന്നു, വന്ധ്യപിതാവുമായിരുന്നു. അയാൾ മൂലം കൊല്ലപ്പെട്ട ലക്ഷക്കണക്കിന് യഹൂദരുടെ ചോരക്ക് മാപ്പ് ചോദിക്കാനാണ് മഹാനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ മാസം 12-ന് സ്ലോവാക്യയുടെ തലസ്ഥാനമായ ബറ്റിസ്ലാവ സന്ദർശിച്ചത്. 8-ാം തീയതിയാണ് മെത്രാന്റെ പ്രസംഗം വരുന്നത്. 12-ാം തീയതി മെത്രാന്റെ പ്രസംഗം കൊണ്ട് ഭാവിയിൽ എന്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അത്തരം കാര്യങ്ങൾക്ക് മാപ്പ് ചോദിക്കാനായിട്ട് മഹാനായ മാർപ്പാപ്പ ബറ്റിസ്ലാവയിൽ എത്തുകയാണ്. യഹൂദരോടുള്ള അയാളുടെ വിരോധത്തിന്റെ ഒരു കാരണം അവർ കള്ള് വിറ്റ് ക്രിസ്ത്യാനികളെ നശിപ്പിക്കുന്നു എന്നതായിരുന്നു. മലയാളത്തിൽ പാലാ മെത്രാന്റെ ഭാഷയിൽ പറഞ്ഞാൽ കള്ള് ജിഹാദ്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചത്, മാർപ്പാപ്പ പാലായിൽ വരുന്നത് എന്നാണെങ്കിലും അത്തരം ഒരു കാരണത്തിനാകാതിരിക്കട്ടെ. അത്രയും പറയാനുള്ള വലിയൊരു വിഷയമായിട്ടാണ് ഇതിനെ കാണുന്നത്. തീർച്ചയായിട്ടും. കാരണം ഞാൻ എന്റെ ഓർമ്മയിൽ ഇപ്പൊ സംഘപരിവാറിൽ നിന്ന് ശശികല, ഗോപാലകൃഷ്ണൻ, പിന്നെ 2 ഗോപാലകൃഷ്ണന്മാരെയും വേണമെങ്കിൽ പറയാം നമുക്ക്. പിന്നെ ഇത്തരം കഥാപാത്രങ്ങളൊക്കെ പലതും പറയുകയും അത് കേരളത്തിൽ വിവാദം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ 2 സമുദായങ്ങളിലെ ശരാശരി വിശ്വാസികൾ, ഞാൻ പറയുന്നത് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ വർഗീയവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ കുറിച്ചല്ല, 2 സമുദായങ്ങളിലെ ശരാശരി വിശ്വാസികൾ ചേരി തിരിഞ്ഞ് പരസ്പരം തെറി വിളിച്ച ഒരു അനുഭവം ഇതിനു മുമ്പ് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. 3 ദിവസം മുമ്പ് പെരിന്തൽമണ്ണക്കടുത്ത്, മലപ്പുറം ജില്ലയിലാന്ന് തോന്നുന്നു, ഒരു സ്ത്രീയെ മദ്യം കൊടുത്ത് മയക്കി 2 പേര് ബലാത്സംഗം ചെയ്തൊരു വാർത്ത വരികയുണ്ടായി. ആ വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന് അവരത് ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ ഞാൻ അതിന് താഴെ വന്ന 2000-ലധികം കമന്റുകൾ സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കി. മിക്ക കമന്റുകളും എഴുതുന്നത് മുസ്ലിങ്ങളാണ്, അല്ലാത്തവരും എഴുതുന്നുണ്ട്. എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഈ 2 പ്രതികളിൽ ഒരാൾ ജേക്കബും മറ്റൊരാൾ മുസ്ലിമും ആയതുകൊണ്ട് കേരളത്തിന്റെ മതേതരത്വം രക്ഷപ്പെട്ടു എന്നാണ്. ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത ഒരു വാർത്ത വരുമ്പോൾ ആ സ്ത്രീയോടുള്ള അനുതാപത്തിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാത്ത 2000-കണക്കിന് കമന്റുകൾ. അതിന് നമ്മളൊരു ക്രിസ്തീയമായൊരു വീക്ഷണത്തിൽ നോക്കിയാൽ നമുക്ക് എങ്ങനെയാണ് അതിനെ പറയാൻ പറ്റുക? അതായത് ഈ 2000 ആളുകളിൽ നിന്നും ക്രിസ്തു പടിയിറങ്ങിപ്പോയി എന്നല്ലേ? അല്ല, കമന്റ് ഇടുന്നവരെ കുറ്റം പറയാൻ പറ്റുമോ? അവരെ എങ്ങനെയാണ്? ഇല്ല, പറ്റില്ല. അതാണ് ഞാൻ പറയുന്നത്. അവരുടെ എല്ലാ മനസ്സിൽ നിന്ന് ക്രിസ്തുവിന്റെ സ്നേഹവും കാരുണ്യവും ഈ മെത്രാൻ പടിയടച്ചു പിണ്ടം വെച്ചു എന്നല്ലേ പറയേണ്ടത്? അതായത് കാരണം നമ്മൾ ക്രിസ്തീയമായി യേശു ക്രിസ്തുവിന്റെ ഒരു യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ലല്ലോ, ഒരു ഐഡിയലാണ്, ഒരു മാതൃകയാണ് അല്ലെ? സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ ഒക്കെ ഒരു മാതൃകയാണ്. ആ യേശു ക്രിസ്തു എന്ത് മൂല്യങ്ങളെ പ്രതിനിധാനം ചെയ്തുവോ ആ മൂല്യങ്ങളെല്ലാം ഒറ്റയടിക്ക് മലയാളി സമൂഹത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയ അനുഭവമാണ് ഈ വാർത്തയോടുള്ള പ്രതികരണങ്ങൾ കാണിക്കുന്നത്. അതിൽ പല ആളുകളും പറയുന്നുണ്ടായിരുന്നു, നാരായണ ഗുരു മുതൽ ജേക്കബ് വരെയുള്ളവരാണ് കേരളത്തിലെ മതേതരത്വത്തിന്റെ സംരക്ഷകർ. അല്ല, അതിന്റെ കാര്യം എന്താണെന്നറിയോ? ഇപ്പൊ PC ജോർജിനെ പോലെയുള്ളവർ ചാനലുകളിൽ വന്നിട്ട് പറയുന്നത് കേസുകൾ പിടിക്കപ്പെടുമ്പോൾ 99% ഒരു മതത്തിൽപ്പെട്ടവരാണെന്നാ. അപ്പൊ അത് അങ്ങനെ അല്ലാന്ന് പ്രൂവ് ചെയ്യുന്ന ആഹ്ലാദമായിരിക്കും ആളുകൾ പ്രകടിപ്പിക്കുന്നത്. ഇതിലൊരു കുഴപ്പമുണ്ട്. നമ്മളിപ്പോ ഈ വിവാദത്തിന്റെ വസ്തുതകളിലേക്ക് നമ്മളൊന്ന് പോയി നോക്കാം. എന്താണ് ഇതിന്റെ അടിസ്ഥാനം? ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹോട്ടലുകളിൽ, ഹോസ്റ്റലുകളിൽ, പിന്നെ ജ്യൂസ് കടകളിൽ, മധുര പലഹാര കടകളിൽ, പിന്നെ എല്ലായിടത്തും ക്രിസ്ത്യൻ പെൺകുട്ടികളെ പിന്നെ കെണിയിൽ ചാടിച്ച് മതം മാറ്റി വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, അതായത് ആദ്യം പ്രണയം കൊണ്ട് വശത്താക്കാൻ നോക്കുക, എങ്ങാനും അത് നടന്നിട്ടില്ലെങ്കിൽ കുറച്ച് മയക്കുമരുന്ന് കൊടുത്തിട്ട് വശത്താക്കാൻ നോക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ മെത്രാൻ പറയുന്നത് സത്യമാണെന്ന് നമ്മൾ അങ്ങ് അംഗീകരിക്കാം. അടുത്ത ചോദ്യം, അപ്പൊ എത്ര മുസ്ലിങ്ങൾ, ജിഹാദികൾ ഇതിനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്? 94,000 ഉണ്ടാവും. 94,000 എന്നുള്ള അക്ക ഞാൻ പറയുന്നത് 94 ലക്ഷം മുസ്ലിങ്ങളാണ് ഏകദേശം കേരളത്തിലുള്ളത്. അപ്പൊ അതിന്റെ 1%. ഞാൻ എൻ്റെ ഒരു ക്രിസ്ത്യൻ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ അത്ര ഉണ്ടാകാൻ വഴിയില്ല എന്ന്. അദ്ദേഹം ഇവരോട് പൂർണ്ണമായി യോജിക്കുന്ന ഒരാളാണ്. അപ്പൊ എൻ്റെ അടുത്ത ചോദ്യം, 45,000 പേരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ 0.5% കേരളത്തിലെ മുസ്ലിങ്ങൾ, അത്രയും പേര് ഇതിന് നടക്കുന്നുണ്ടോ? ഇനി അത്രയും പേരുണ്ട് തന്നെ. ഓക്കെ, 45,000 മുസ്ലിം ജിഹാദികൾ കേരളത്തിൽ ക്രിസ്ത്യൻ പെൺകുട്ടികളെ മന്ത്രവാദം ഉപയോഗിച്ചും നാർക്കോട്ടിക്സ് ഉപയോഗിച്ചും
പിന്നെ പ്രണയ കാവ്യങ്ങൾ ഉപയോഗിച്ചും വശീകരിക്കാനും അവരെ വശംവദരാക്കാനും നടക്കുന്നുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ മെത്രാൻ ക്രിസ്ത്യൻ പെൺകുട്ടികളെ രക്ഷിക്കണമല്ലോ നമുക്ക്. കാരണം എല്ലാ മത സംഘടനകൾക്കും വേണ്ട ഏറ്റവും അടിസ്ഥാന ഒരു സംഗതി പെണ്ണുങ്ങളെ രക്ഷിക്കണം, പെൺകുട്ടികളെ രക്ഷിക്കണം എന്നാണ്. യുവാക്കളുടെ കാര്യം മൈൻഡ് ചെയ്യണില്ല എന്നുള്ള അതിന്റെ സങ്കടം കേട്ടോ. ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ കാര്യത്തിൽ മാത്രമേ കൺസേൺ ഉള്ളൂ. ഓക്കെ, അവരെ നമുക്ക് രക്ഷിക്കണമെങ്കിൽ ചെയ്യാവുന്ന പ്രായോഗികമായ വഴികൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇതാരാ ചെയ്യുന്നത് ഇപ്പം എത്ര ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇതിന് ഇരകളാവുന്നവരുടെ പേര് പറയാൻ പറ്റില്ല എന്നാ പറയുന്നത്. കാരണം ആ കുടുംബങ്ങളുടെയൊക്കെ അന്തസ്സ് ബാധിക്കപ്പെടുന്നത്, അവർക്ക് മാനഹാനി സംഭവിക്കും. ഓക്കെ, സമ്മതിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഈ ചെയ്യുന്നവന്മാരുണ്ടാവൂല, ഈ ജിഹാദി റോമിയോസ് എന്നിവർ വിളിക്കുന്ന ആൾക്കാർ ആരാണെന്ന് ഇവർക്ക് ഏകദേശം ധാരണ ഉണ്ടാവും. ഒന്ന്, അവരേത് സംഘടനയുടെ ആളുകളാണെന്നും ഇത്രയും കാലം മെനക്കെട്ടു. കാരണം 2009 ഇത് ആദ്യം വരുന്നത്, അതറിയാലോ സുഹൃത്തൊക്കെ. 2009 KCBC ഇറക്കിയ ജാഗ്രത എന്ന് പറയുന്ന ഒരു ലഘുലേഖയിലാണ് ഈ ആരോപണം ആദ്യം വരുന്നത്. ആ ആരോപണത്തെ ആ ലഘുലേഖ ഞാൻ ഇന്ന് രാവിലെ വീണ്ടും വായിച്ചു. എന്റെ സുഹൃത്ത് അഷ്റഫ് കടക്കൽ എനിക്കത് അയച്ചു തന്നു. അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യം എന്തെങ്കിലും വായിക്കാനുണ്ടോ? അല്ല, രസമുള്ളൊരു സാധനമുണ്ട്. ഞാൻ രസമുള്ളൊരു പോയിന്റ് പറയാം. മലപ്പുറം ജില്ലയിൽ 418 ക്രിസ്ത്യൻ പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട് എന്നാ പറയുന്നത്. മലപ്പുറം ജില്ലയിൽ ക്രിസ്ത്യാനികൾ തന്നെ വളരെ വളരെ കുറവാണ്. അത് തന്നെ ആ നിലമ്പൂർ എടക്കര ഭാഗങ്ങളിലാണ് കാര്യമായിട്ട് ക്രിസ്ത്യാനികളുടെ ഒരു സാന്നിധ്യമുള്ളത്. അവിടുന്ന് 418 പെൺകുട്ടികളെ ഏതാനും കൊല്ലങ്ങൾക്കുള്ളിൽ കാണാതായിട്ട് മിണ്ടാതിരിക്കുന്ന അവിടുത്തെ ക്രിസ്ത്യാനികൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചാട്ടവാർ വെച്ച് അടിക്കട്ടെ? ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് മലപ്പുറം കലക്ടറേറ്റിലേക്ക് ഒരു പിന്നെ പ്രകടനം നടത്തിയില്ല, പ്രതിഷേധം നടത്തിയില്ല. ആര്യാട മുഹമ്മദ് അടക്കമുള്ള ആൾക്കാരുണ്ട് നിലമ്പൂര്, അവരെടുത്ത് പോയി പരാതി പറഞ്ഞില്ല. കേരളത്തിന്റെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ 418, ഞാൻ ബാക്കി ജില്ലകളെ കുറിച്ച് പറയുന്നേ ഇല്ല, മലപ്പുറം ജില്ലയിൽ 410. എന്നിട്ട് ഈ 418 ക്രിസ്ത്യൻ പെൺകുട്ടികൾ പോയിട്ട് മിണ്ടാതിരിക്കുക, ഒരു ലഘുലേഖ മാത്രമേ പിന്നെ പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞ് ഇവരുടെ സമുദായത്തോട് ഒരു പ്രതിബദ്ധതയില്ലേ? ഞാൻ ആലോചിക്കും, ഇപ്പൊ ഞാൻ വരുന്ന എന്റെ നാട്ടിൽ ഒരു 4 പെൺകുട്ടികളെ കാണാതായി എന്ന് വിചാരിക്കുക, നമ്മളെല്ലാവരും ഇതിന് പിന്നാലെ ഇറങ്ങില്ലേ, ലഘുലേഖ ഇറക്കി നടക്കുകയാണ്. അപ്പൊ അതൊരു സംഭവം. അപ്പൊ ഇവർക്ക് എന്താ ചെയ്യാമായിരുന്നത്? ഇവർക്ക് ചെയ്യാമായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ലിസ്റ്റ് ഇന്ന വ്യക്തികളാണ് ചെയ്ത്, അവർ കേരളത്തിൽ ജീവിക്കുന്നവരാണല്ലോ എന്താണെങ്കിലും, ഇവരാണ് ഈ ആൾക്കാർ, ഇതിന്റെ പ്രധാന ആൾക്കാർ. 50 ആള്, 100 ആള്, 200 ആള്, 300 ആള്, ഇവരുടെ ഒരു പട്ടിക ഗവൺമെന്റിന്റെ കൈ കൊടുക്കുക. ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ഇതാ ഈ ജിഹാദി വീരന്മാരുടെ പട്ടിക ഞങ്ങൾ സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്, സർക്കാർ അന്വേഷിക്കണം എന്ന് പറയുകയാണെങ്കിൽ അതിനൊരു പരിഹാരമായി. ഇനി അത് വേണ്ടാന്ന് വിചാരിക്കാം. കേരളത്തിലെ മുസ്ലിങ്ങൾ ഒരു ചർച്ച സ്വഭാവത്തിലല്ല സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളതെങ്കിലും കേരളത്തിലെ മഹാഭൂരിഭാഗം മുസ്ലിങ്ങളും ഒരു സംഘടനയുടെ അല്ലെങ്കിൽ മറ്റൊരു സംഘടനയുടെ ഭാഗമാണ്. കേരളത്തില് സുന്നികൾ നമ്മൾ പറയുന്ന ഈ ആഗോളതലത്തിൽ സുന്നി ഷിയ അർത്ഥത്തിലല്ല നമ്മൾ കേരളത്തിൽ ഉപയോഗിക്കുന്നത്. സുന്നികൾ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് 3 പ്രധാന ഗ്രൂപ്പ്. തെക്കൻ കേരളത്തിലാണെങ്കിൽ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ, മലബാറിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ EK വിഭാഗം സമസ്ത, കാന്തപുരം വിഭാഗം സമസ്ത. ഇവർ 3 പേരും കൂടി എൻ്റെ ഏകദേശം ഒരു കണക്കനുസരിച്ചിട്ട് കേരളത്തിലെ 85% മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ഇവർ 3 കൂട്ടരിൽ നിന്നും ഇതുവരെ അവരെ ഞാൻ അതിരൂക്ഷമായിട്ട് വിമർശിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ ഞാൻ അദ്ദേഹത്തിന്റെ സ്ത്രീകളോടുള്ള സമീപനത്തിന്റെ പേരിൽ, മറ്റു മുസ്ലിം വിഭാഗങ്ങളോടുള്ള സമീപനത്തിന്റെ പേരിലൊക്കെ അതിരൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഈ 3 വിഭാഗത്തിന്റെ പ്രമുഖരായ ഒരാൾ പോലും കേരളത്തിൽ വേറൊരു സമുദായത്തിനെതിരിലും ഒരക്ഷരം പോലും വേണ്ടിയിട്ടില്ല. അപ്പൊ 85% കാര്യത്തിൽ ഏകദേശം കൃത്യമായി. ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഈ പറയുന്നത് തെറ്റാണ്, ഓക്കെ, EK സുന്നിയുടെ ഇന്ന ആള് ക്രിസ്ത്യാനികളെ ചീത്ത പറഞ്ഞു, ഹിന്ദുക്കളെ ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ കാന്തപുരം ഹിന്ദുക്കളെ ചീത്ത പറഞ്ഞു, ക്രിസ്ത്യാനികളെ ചീത്ത പറഞ്ഞു എന്ന് ആരെങ്കിലും പറയട്ടെ, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പ്രതിഷേധാർഹമായ ഒരുപാട് കാര്യങ്ങൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മറ്റൊരു മതവിഭാഗത്തിനെതിരെ ഇക്കാലം ഒരു അക്ഷരം പറയാൻ കേട്ടില്ല. ഇവർ 3 കൂട്ടരെടുക്കുക, ബാക്കിയുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് അവരെ വിടാം. ഈ 3 കൂട്ടരെടുത്ത് ഈ ബിഷപ്പിനൊന്ന് പോയിട്ട്, ഇനി നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഈ മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ഇവരൊക്കെ ചായ പിടിച്ചും ബിരിയാണി കഴിച്ചും ഒക്കെ ഒരുമിച്ചിരിക്കുന്നവരാണ്. ജോസ് കെ മാണി ഉണ്ട്, ഇവർക്കൊക്കെ ഉണ്ട്. ഇവർക്കൊന്ന് പറഞ്ഞു, ഞങ്ങളെ സമുദായത്തിൽ നിന്ന് ഈ 200 ആൾക്കാർ ജിഹാദി വീരന്മാരാണ്, ഞങ്ങളെ പെണ്ണുങ്ങൾ അടിച്ചടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ അവർ അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കില്ലേ? അപ്പൊ ഇതൊന്നും ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു പിന്നെ ഇത് പ്രസംഗം നടത്തുന്ന എവിടെയാണെന്നും കൂടി ഓർക്കണം. ടിപ്പു സുൽത്താൻ ക്രിസ്ത്യാനി പെണ്ണുങ്ങളെ ഉപദ്രവിച്ചതിന്റെ സ്മരണ പുതുക്കുന്ന 8-ാം നോയമ്പിന്റെ പ്രഭാഷണത്തിലാണ് ഇദ്ദേഹം പറയുന്നതും കൂടി നോക്കണം. കൃത്യമായിട്ട് അതിനൊരു സാമുദായിക വർഗീയമാനമുണ്ട്. എന്നിട്ട് ഇത് യൂട്യൂബ് വഴി അവര് തന്നെ അപ്പൊ ടിപ്പു സുൽത്താനെയാണോ ഈ മുഹമ്മദീയർ എന്ന് പറഞ്ഞത്?
അല്ലെ, മുഹമ്മദീയർ എന്ന് പറഞ്ഞ മുസ്ലിങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ ഈ പ്രത്യേക, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ പ്രത്യേക ആഘോഷത്തിന്റെ അല്ലെങ്കിൽ അനുസ്മരണത്തിന്റെ കാരണം എന്ന് പറയുന്നത് ടിപ്പു ക്രിസ്ത്യൻ സ്ത്രീകളെ ഉപദ്രവിച്ചതിന്റെ സ്മരണ പുതുക്കാനും അവർക്ക് സംരക്ഷണത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വീണ്ടും സംസാരിക്കാനും വേണ്ടിയാണ് ഇത് ചടങ്ങ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറയുന്നത് പരിശുദ്ധ മറിയത്തിന്റെ ഓർമ്മ ദിവസം ഇത് രണ്ടും ഉണ്ട്. ഇത് രണ്ടും വരുന്നുണ്ട് ആ ദിവസം. കാരണം ക്രിസ്തു ഒരു ടിപ്പു സുൽത്താൻ ചെയ്തു എന്ന് പറയുന്ന അങ്ങനെ ഒരു പ്രത്യേക ദിവസം ചെയ്തതല്ലല്ലോ. പക്ഷെ കന്യാമറിയത്തിന്റെ ഓർമ്മ ദിവസമാണ് ഇത് സ്മരിക്കാനും കൂടി പിന്നെ ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് പറഞ്ഞ മുഹമ്മദീയരുടെ ആക്രമണ നിമിത്തം ചാരിത്ര്യവും സത്യവിശ്വാസവും കാത്ത് സൂക്ഷിക്കാൻ ഇറങ്ങി. അല്ല, അതാണ് പറയുന്നത്. മുഹമ്മദീയരുടെ ആക്രമണം മൂലം സത്യവിശ്വാസവും ചാരിത്ര്യവും കാത്ത് സംരക്ഷിക്കേണ്ടി ഈ കാര്യത്തിൽ ടിപ്പു സുൽത്താന്റെ കാലത്ത് എന്തു നടന്നു എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. സുൽത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാം. ടിപ്പു സുൽത്താൻ അങ്ങനെ നിഷ്കളങ്കനാണെന്നൊന്നും അഭിപ്രായമുള്ള ഒരാളല്ല ഞാൻ. മുസ്ലിങ്ങളിൽ പലരും ചെയ്യുന്നത് പോലെ ടിപ്പു സുൽത്താന്റെ അവദാനങ്ങൾ മാത്രം വാഴ്ത്തുന്ന ഒരാളും അല്ല ഞാൻ. ടിപ്പു സുൽത്താൻ എന്നല്ല, ഭൂതകാലത്തെ എല്ലാ രാജാക്കന്മാരെയും നമ്മൾ പിന്നെ വളരെ വസ്തുനിഷ്ഠമായിട്ടാണ് കാണേണ്ടത്. അവരിൽ നന്മ ചെയ്ത സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കും, അവര് ചീത്ത ചെയ്ത സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കും. അതിനെ തിരിച്ചറിയുകയും ആ വൃത്തികേട് ഇന്ന് ആവർത്തിക്കാതിരിക്കുക എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാനേ നമുക്ക് ചെയ്യാൻ പറ്റും. അത് മലബാർ കലാപമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിലും എന്റെ നിലപാട് അതാണ്. ഇപ്പം മലബാർ കലാപത്തിനെ കുറിച്ച് ഞാൻ ധാരാളം പഠിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതില് ഹിന്ദുക്കൾക്ക് വിഷമം ഉണ്ടായ ഒരു സാധനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും പറഞ്ഞ് ഹിന്ദു മുസ്ലിമിനും കൂടി ഇപ്പൊ വീണ്ടും തല്ലിക്കുകയാണോ വേണ്ടത്? അല്ലല്ലോ. അന്ന് മോശമായിട്ട് 100 കൊല്ലം മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് നടക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നല്ല നമ്മൾ ആലോചിക്കേണ്ടത്. ഞാൻ ഇതും കൂടി പറഞ്ഞോട്ടെ. അപ്പൊ ബിഷപ്പ് ആണെങ്കിലും ചർച്ച ആണെങ്കിലും ഈ ഒരു പ്രശ്നം റിയൽ ആണെങ്കിൽ ഓക്കെ, ഇനി അതേപോലെ മയക്കുമരുന്ന് കൊടുത്തിട്ട് ഇവരെ മയക്കുന്ന പരിപാടികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇത് പരിഹരിക്കാനുള്ള ഒരു നീക്കവും അല്ല ഇതുവരെ നടത്തിയിട്ടുള്ളത്. ഇത് വെച്ച് രണ്ട് സമുദായങ്ങളെ തമ്മിൽ തമ്മിൽ തല്ലിക്കാനുള്ള ശ്രമങ്ങളാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. മാത്രമല്ല, ഇതിന് അനുകൂലമായി ഇതുവരെ ഒരു തെളിവ് പോലും ഇവർ പുറത്തു വിട്ടിട്ടില്ല. എങ്ങനെയാ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നാളെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അല്ലെങ്കിൽ സമസ്തയുടെ ബഹാവുദ്ദീൻ കൂരിയാട് അല്ലെങ്കിൽ മുജാഹിദിന്റെ പിന്നെ ഹുസൈൻ മടവൂര് ഇങ്ങനെ ഒരു തെളിവും ഇല്ലാത്ത കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കെതിരിലോ ഹിന്ദുക്കൾക്കെതിരിലോ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയെന്ന് വിചാരിക്കുക. ഞങ്ങളുടെ പെണ്ണുങ്ങളെല്ലാവരും കൂടി ഇവർ അടിച്ചെടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കുമോ കേരളം പ്രതികരിക്കുക? അവരെ കാണാൻ വേണ്ടി മന്ത്രി പിന്നെ വാഹനങ്ങൾ അവരുടെ വീടുകളിൽ പോയി ക്യൂ നിൽക്കുമോ? ഇല്ല. അല്ലേ? ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ആ ശശികല ടീച്ചറോട് എനിക്ക് പാവം തോന്നുന്നു. കാരണം ആ പാവം സ്ത്രീയുടെ വീട്ടിൽ ഒരു മന്ത്രിയും കയറിയിട്ടില്ല, ഒരു എംപിയും പോയില്ല, ഒരു സിനിമാ താരം ചെന്നില്ല. അവരിതേപോലത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. അവരെ ആശ്വസിപ്പിക്കേണ്ടേ നമുക്ക്? അവരോട് നമ്മൾ നമ്മുടെ ഒരു സങ്കടമൊക്കെ പറയണ്ടേ? നമ്മൾ പോയിട്ട് ആരും ശശികല ടീച്ചറിന്റെ അടുത്ത് പോയിട്ടില്ല, മുജാഹിദ് ബാലുശ്ശേരിയുടെ വീട്ടിൽ ഒരാളും ചെന്നിട്ടില്ല, ഷംസുദ്ദീൻ പാലത്തിന്റെ വീട്ടിൽ ഒരാൾ. ഇതൊക്കെ ഇതിൽ കേസുകൾ. അപ്പൊ ഇവിടെ വരുന്നൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. അതിന്റെ സാമൂഹ്യ രാഷ്ട്രീയ വശങ്ങൾ മാറ്റി നിർത്തി ആലോചിച്ചാൽ തന്നെ ഒരു കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. ആ അരമണിക്കൂറിന്റെ പ്രസംഗത്തിൽ കുറ്റകൃത്യം എന്ന് കൃത്യമായി നിയമത്തിന്റെ അർത്ഥത്തിൽ വിളിക്കാവുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? പരിശോധിക്കപ്പെടേണ്ടത് ആരും പരിശോധിച്ചില്ല, അല്ലെ? ഞാനിപ്പോ പാലാ ബിഷപ്പിനെതിരെ കേസെടുക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം ഇത്തരം കാര്യങ്ങളിൽ സാമൂഹ്യമായ സാഹചര്യങ്ങളെല്ലാം ആലോചിച്ച് വേണം ഒരു ഗവൺമെന്റ് നീങ്ങാൻ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതിനെ ലഘൂകരിച്ച് കാണുക എന്ന് പറയുന്നത് ശരിയല്ല. കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ട പരസ്പരം തെറിവിളി, എനിക്ക് പലപ്പോഴും രസം തോന്നിയൊരു കാര്യം, മുസ്ലിങ്ങൾക്കുള്ള ഏക സങ്കടം, മുസ്ലിങ്ങളിൽ ഇതേപോലെ തെറിവിളിക്കാൻ ഇറങ്ങി കുറെ പേരുണ്ട്. അവരുടെ ഏക സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെയും കന്യാമറിയത്തിനെയും അവർക്ക് ചീത്ത പറയാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ്. കാരണം വിശ്വാസപരമായിട്ട് ഖുർആനിൽ പേര് വിളിക്കപ്പെട്ട ഒരേ ഒരു സ്ത്രീ എന്ന് പറയുന്നത് കന്യാമറിയമാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് യേശു മുഹമ്മദ് നബിയെ പോലെ തന്നെ സമശീർഷനായ അതേ നിലക്ക് ബഹുമാനിക്കപ്പെടുന്ന ഒരു പ്രവാചകനാണ്. അതുകൊണ്ട് ഇവരെന്തൊക്കെ തിരിച്ച് മുഹമ്മദ് നബിനെ പറയുമ്പോഴും തിരിച്ച് യേശു ക്രിസ്തുവിനെ പറയാൻ പറ്റാത്ത നിസ്സഹായതയിൽ പെട്ടുകൊള്ളുന്ന മുസ്ലിം വർഗീയവാദികളും അതിനോട് പ്രതികരിക്കുന്ന ക്രിസ്ത്യൻ വർഗീയവാദികളും ഒക്കെ എന്താ പറയുക, നമ്മള് തമിഴിൽ പറഞ്ഞ പോലെ പൂന്ത് വിളയാടുകയായിരുന്നു നമ്മുടെ സോഷ്യൽ മീഡിയ. ഈ അവസ്ഥയിലേക്ക് ഒരു നാട്ടിനെ എത്തിച്ച ഒരു മെത്രാൻ ഈ രാജ്യത്തോട് ഈ സമൂഹത്തോട് ചെയ്യുന്ന ഉപദ്രവം എന്താണ്? അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം പ്രകടിപ്പിച്ചതാന്നല്ലേ പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ഈ ഒരു വിഷയത്തിനോട് സ്വീകരിച്ച നിലപാടിനെ എങ്ങനെയാണ് കാണുന്നത്? ഓരോ രാഷ്ട്രീയ, ഇപ്പൊ കോൺഗ്രസ്, CPM, BJP മൂന്നും എടുത്താൽ ആദ്യം കോൺഗ്രസിന്റെ നിലപാടിനെ എങ്ങനെ കാണുന്നു? VD സതീശന്റെ ആദ്യത്തെ പ്രസ്താവന അങ്ങേയറ്റം അഭിനന്ദനാർഹമായിരുന്നു. VD സതീശൻ കേരളത്തില് അത്യാവശ്യം മൂല്യബോധവും നൈതിക ബോധവും വർഗീയതയോട് കൃത്യമായ നിലപാടുകൾ എടുക്കുകയൊക്കെ ചെയ്യുന്ന രാഷ്ട്രീയ നേതാവാണ്.
അദ്ദേഹത്തിന്റെ ആ വ്യക്തിത്വം ആദ്യത്തെ പ്രസ്താവനയിൽ പ്രതിഫലിച്ചിരുന്നു. പിന്നീട് VD സതീശൻ ഉണ്ടാക്കി എന്ന് മറ്റു കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്ന ഡാമേജ് കൺട്രോൾ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് പിന്നീട് നമ്മൾ കണ്ടതും. സുധാകരൻ പാലാവത്രാന്റെ അരമനയിൽ കയറി പോകുന്നതും, സതീശൻ തന്നെ ചങ്ങനാശ്ശേരി ബിഷപ്പിനെ പോയി കാണുന്നതും ഒക്കെ കാണിക്കുന്നതെന്ന് പറയാം. മാത്രമല്ല കോൺഗ്രസിന്റെ ഉള്ളിൽ നമ്മൾ വ്യത്യസ്തമായ ഇപ്പം ഞാൻ കേട്ടതെന്ന് പറഞ്ഞാൽ പാലായിലെ യൂത്ത് കോൺഗ്രസ്സുകാർ എത്ര അനുകൂലമായിട്ട് പ്രകടനം നടത്തുമോ, യോഗം ചേരുമെന്നോ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം ഇതിലൊന്ന് ആർക്കും കൃത്യമായൊരു നിലപാടെടുക്കാൻ വയ്യ. അപ്പൊ കോൺഗ്രസിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. രണ്ട്, CPM ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. 986 ഷാബാനു എന്ന പാവം ഒരു മുസ്ലിം സ്ത്രീക്കെതിരിൽ മുസ്ലിം സമുദായം ഒന്നടങ്കം കൂട്ടായ്മ രൂപീകരിച്ചപ്പോൾ അതിനെതിരെ അതിശക്തമായി രംഗത്ത് വരികയും അന്ന് അസ്കർ അലി എഞ്ചിനീയറെ കൊണ്ടുവന്ന് കോഴിക്കോട് സമ്മേളനം നടത്തുകയും ചെയ്തൊരു പാർട്ടിയാണ് DYFI. അന്ന് ആ ശരീഅത്ത് വിവാദത്തിൽ അതിശക്തമായി മുസ്ലിങ്ങളുടെ വോട്ട് പോകണേ പോട്ടെ എന്ന് വിചാരിച്ച് നിലപാടെടുത്ത ഒരാളായിരുന്നു EMS നമ്പൂതിരിപ്പാട്, അല്ലെ? ആ നിലപാടെടുത്ത CPM, ആ നിലപാടിൽ ആ CPM അന്നെടുത്ത നിലപാടിനോടാണ് എനിക്ക് യോജിപ്പ്. തീർച്ചയായിട്ടും അത് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. കാരണം മുസ്ലിം സമുദായത്തിലെ സകല സംഘടനകൾ കൂടി 75 വയസ്സോളായ ഒരു പാവ സ്ത്രീക്കെതിരിൽ, ഷാബാനു ബീഗം എന്ന് പറയുന്ന ഒരു സ്ത്രീക്കെതിരിൽ യോജിച്ചൊരു ഘട്ടമാണ് നമ്മളത് കണ്ടത്. ഞാൻ അതിനെക്കുറിച്ച് ധാരാളം പിന്നീട് എഴുതിയിട്ടുണ്ട്. ആ CPM ആണ് ഇന്ന് ഇദ്ദേഹം മഹാപണ്ഡിതനാണെന്നും അദ്ദേഹത്തിന് ദുരുദ്ദേശമൊന്നും ഇല്ല എന്നും അദ്ദേഹത്തോട് പ്രതികരിച്ച നമ്മളെപ്പോലെയുള്ള ആൾക്കാരാണ് തീവ്രവാദികൾ എന്നും പറയുന്ന ഒരു നിലപാടിലേക്ക് എത്തുന്നത്. കാരണം ഇത് പറയുമ്പോൾ സങ്കടം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് എന്നെപ്പോലെ അതേപോലെ ഒരുപാട് സുഹൃത്തുക്കൾ, നമ്മൾ വളർന്നു വന്ന നമ്മൾ വരുന്ന ഒരു സമുദായത്തിലുള്ള ഇത്തരം വൃത്തികേടുകൾക്കെതിരിൽ കഴിഞ്ഞ 10-30 കൊല്ലമായിട്ട് നിരന്തരമായിട്ട് പ്രതികരിക്കുകയും എഴുതുകയും അതിന്റെ പേരിൽ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും ഒക്കെ അകറ്റുകയും അവരുടെയൊക്കെ ശത്രുപക്ഷത്താവുകയും ചെയ്തു പോയ ഞങ്ങളെപ്പോലുള്ള ആളുകൾ നിസ്സഹായമായിട്ട് നിൽക്കണം. നമുക്കൊന്നും പറയാനില്ല. ബഹുസ്വരത എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇപ്പൊ യാതൊരു അർത്ഥമില്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ ആ നിലക്ക് CPMന്റെ ഇപ്പോഴത്തെ നിലപാട്, വാസവന്റെ നിലപാട്, മുഖ്യമന്ത്രി ചില കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു, പക്ഷെ അവിടെ ഇവിടെ തൊടാതെയാണ്. മുമ്പ് നികൃഷ്ട ജീവി എന്നൊരു ബിഷപ്പിനെ വിളിച്ച മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. മുഹമ്മദ് നബിയുടെ തിരുകേശം എന്ന പേരിൽ കോഴിക്കോട് ഒരു സംഭവം ഉണ്ടായപ്പം ബോഡി വേസ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ച മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. ആ മുഖ്യമന്ത്രിയുടെ സ്മരണയിൽ ആദരാജ്ഞലികൾ അർപ്പിക്കാൻ മാത്രമേ ഇപ്പൊ നമുക്ക് കഴിയൂ. അന്ന് പാർട്ടി സെക്രട്ടറി ഒക്കെ ആയിരുന്നല്ലോ, മുഖ്യമന്ത്രി ആയിരുന്നില്ലല്ലോ. ആവട്ടെ ഇപ്പോഴും ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടല്ലോ, അദ്ദേഹം ആക്ടിംഗ് സെക്രട്ടറി. നമ്മൾ കേട്ടല്ലോ അദ്ദേഹം എന്താ പറഞ്ഞെന്നുള്ളത്, അല്ലെ? ഇപ്പൊ CPMനെ സംബന്ധിച്ചിടത്തോളം ഇതില് മറ്റെല്ലാ പാർട്ടികളെയും പോലെ തന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലിപ്പോ ഈ പല ആളുകൾക്കും ഭയങ്കര രോഷം തോന്നുന്നുണ്ട്. എനിക്ക് രോഷം തോന്നുന്നില്ല. കാരണം ഈ CPM എന്ന് പറയുന്നത് മറ്റു പാർട്ടികളെക്കാൾ ഇമ്മിണി വലിയൊരു പാർട്ടിയാണെന്നും ഇമ്മിണി ഭേദപ്പെട്ട ഒരു പാർട്ടിയാണെന്നും വിചാരിക്കുന്നവർക്കാണ് സങ്കടത്തിന്റെ ആവശ്യമുള്ളത്. ഞാനിതിനെല്ലാം രാഷ്ട്രീയ പാർട്ടികളായിട്ടാണ് കാണുന്നത്. അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നു. അപ്പൊ അതാണ് CPMന്റെ കാര്യം. വ്യക്തികൾ ഉണ്ടാവാം CPMനോട് അനുകൂലിക്കുന്ന അല്ലെങ്കിൽ CPMന്റെ ശക്തമായ നിലപാടുകൾ എടുക്കുന്നവരുണ്ടാവും. അത് കോൺഗ്രസിലും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കണ്ടൊരു ചോദ്യമാണ്, ഇപ്പൊ തെരഞ്ഞെടുപ്പ് ഒന്നും വരാൻ പോകുന്നില്ല, ഇനി 4 വർഷത്തിന് ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനം ഇവിടെ എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആവണേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവരെ സന്തോഷിപ്പിക്കേണ്ട ഒരു ഗതികേട് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ 2 പ്രബല ന്യൂനപക്ഷങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ മുസ്ലിങ്ങളുടെ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇന്നത്തെ ഒരു രാഷ്ട്രീയ ഘടന എന്ന് പറയുന്നത് ആത്യന്തികമായി മൗലികമായി മുസ്ലിം വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഒന്നുമില്ലാത്ത ഘട്ടത്തിലും തങ്ങളുടെ നിസ്സഹായത കൊണ്ട് ഈ സോകോൾഡ് സെക്യുലർ പാർട്ടികളുടെ തിട്ടൂരത്തിനനുസരിച്ച് നിൽക്കാനും അവരിൽ ഏതെങ്കിലും ഒന്നിനെ തെരഞ്ഞെടുക്കാനും വിധിക്കപ്പെട്ട ഒരവസ്ഥയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കുള്ളത്. അതിനപ്പുറം പോകുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമോ പക്വതയോ ആലോചിച്ചുറപ്പിച്ച് അത്തരം ഒരു ദേശീയ തലത്തിലൊരു നിലപാടിലെത്താനുള്ള ഒരു അവസ്ഥയിലൊന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇതുവരെ ആയിട്ടില്ല. ആ നിലക്ക് നോക്കുമ്പം ക്രിസ്ത്യൻ മാത്രമല്ല, ഇത് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ചെറിയ എക്സാമ്പിൾ പറയാം. ഷംസുദ്ദീൻ പാലത്തിനെതിരിൽ അല്ലെങ്കിൽ മുജാഹിദ് ബാലുശ്ശേരിക്കെതിരിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഏതെങ്കിലും മുസ്ലിം സംഘടന അവരുടെ അനുഭവിച്ച് രംഗത്ത് വന്നിരുന്നു? ഇപ്പൊ എല്ലാരും പറയുന്ന ജമാഅത്തെ ഇസ്ലാമി SDPI അവരനുകൂലിച്ചു വന്നിരുന്നു? ഇല്ല. അതുകൊണ്ട് തന്നെ നടപടികൾ എടുക്കൽ എളുപ്പമാണ്.
അതിന്റെ പേരിൽ പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ ഈ മുജാഹിദ് ബാലുശ്ശേരിയും ഷംസുദ്ദീൻ പാലത്തൂർ മുജാഹിദ് വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരാണ്. ഈ മുജാഹിദ് വിഭാഗം അവർക്ക് അനുകൂലമായിട്ട് രംഗത്ത് വന്നിട്ടില്ല. നേരെ വെച്ച് നമ്മൾ ഇന്നിപ്പോ ഈ പ്രസ്താവന നടത്തിയ ആളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കേരളത്തിൽ ഉണ്ടാവുക? അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. കേരളം കത്തും, ഒരു സംശയം വേണ്ട കാര്യത്തില്. അപ്പം ആ നിലക്ക് പിന്നെ ഇവരെല്ലാരും ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘടിത മതശക്തി ഒരുമിച്ച് ഒരു പാർട്ടിക്കെതിരിൽ വരാം, അവരുടെ നിലപാടുകൾ ആ നിലക്ക് രൂപപ്പെടാം. മുസ്ലിങ്ങളെ കുറിച്ച് അങ്ങനെ ഭയപ്പെടുന്നില്ല. കാരണം മുസ്ലിങ്ങൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ ആന്തരികമായ അഭിപ്രായാന്തരങ്ങൾ ഒരുപാടുള്ള ഒരു വിഭാഗമാണ്. മുജാഹിദിൽ ഒരാൾ എന്തെങ്കിലും വൃത്തികേട് ചെയ്ത ഉടനെ സുന്നി വിഭാഗങ്ങളുടെ ആൾക്കാർ അതിന്റെ എതിരിൽ വരും, മറിച്ചും വരും. അപ്പൊ ആ നിലക്ക് ഇപ്പൊ ക്രിസ്ത്യൻ സഭകളിൽ നിന്ന് വന്ന ഒരു സാധനത്തിനെതിരെ ഒരു നിലപാടെടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ഭയപ്പെടുന്നു. നിർഭാഗ്യവശാൽ ഇതിൽ കുറെയൊക്കെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു നിലപാട് CK പത്മനാഭനാണ് എടുത്തത് എന്ന് പറയേണ്ടി വരുന്ന ദുര്യോഗത്തിലാണ് ബഹുസ്വര സെക്യുലർ ലിബറൽസ് എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ എന്നുള്ളതാണ് ഇതിന്റെ തമാശ. ഇത് കേൾക്കുമ്പോ ഒരു സംശയം ഉണ്ടാവുന്നത് എന്താ അറിയാം, അപ്പം ഇത് കേൾക്കുന്ന മുസ്ലിങ്ങൾക്ക് ഒരു സംശയം തോന്നും, ഞങ്ങൾ ഇനി ക്രിസ്ത്യാനികളെ പോലെ ആവുകയാണോ വേണ്ടത്? ക്രിസ്ത്യൻസിന് സംശയം തോന്നും, ഞങ്ങൾ ഇത്രയും തീവ്രമായി പ്രതികരിക്കേണ്ടതുണ്ടോ, അത് ഞങ്ങൾ മുസ്ലിങ്ങളെ പോലെ. ഇതിലെന്താണ് ഒരു ശരിയായ വഴി? അല്ല, ഒരു സാമുദായികതയുടെയും ഭാഗമായി നിൽക്കാത്ത ഒരാളാണ് ഞാൻ. ഇതിൻ്റെ എല്ലാം പുറത്ത്, സംഘടിത മതത്തിന് പുറത്ത്, സംഘടിത സാമുദായികതകൾക്ക് പുറത്ത് സ്വതന്ത്രമായി, സർവതന്ത്ര സ്വതന്ത്ര കുതന്ത്രമായി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതിന് പരിഹാരം എന്ന് പറയുന്നത് കേരളത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും നിരീശ്വരവാദിയും അജ്ഞേയവാദിയും എല്ലാം കൂടി ഒരുമിക്കുന്ന ഒരു പൊതുമണ്ഡലത്തിന് ശക്തിപ്പെടുത്തുകയും ആ പൊതുമണ്ഡലം കേരളത്തിന്റെ അഭിപ്രായത്തെ രൂപീകരിക്കുന്ന ഒരു അവസ്ഥ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഇന്നലെ ആരോ പറയുന്നുണ്ടായിരുന്നു, ഇപ്പൊ സുകുമാർ അഴീക്കോടിനെ പോലത്തെ ഒരാളുടെ അസാന്നിധ്യം അതായത് ഒരു പ്രസ്താവന ഇറക്കിയാൽ, ഒരു പ്രസംഗം നടത്തിയ കേരളം മുഴുവൻ സാഗൂതം ശ്രദ്ധിക്കുന്ന അത്തരം ഒരു വലിയ വ്യക്തിത്വത്തിന്റെ അഭാവം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പം ആ നിലക്ക് പൊതുമണ്ഡലം ശക്തിപ്പെടുത്തുക, എല്ലാ വർഗീയതകൾക്കെതിരിൽ മുസ്ലിങ്ങൾ എന്ത് പറയണം, എല്ലാ വർഗീയതകൾക്കെതിരിലും ഒരേ നിലപാടെടുക്കും. ഇപ്പൊ ഞാൻ ഷാജഹാൻ എന്നാണ് എൻ്റെ പേര്, മുസ്ലിം വർഗീയത വരുമ്പോൾ ഞാൻ അതിന് ന്യായം പറയും. ഹിന്ദു ക്രിസ്ത്യൻ വർഗീയത വരുമ്പോൾ ഞാൻ അതിനെതിരിൽ നൈതികവും ധാർമ്മികവും രാഷ്ട്രീയവും ചരിത്രപരവുമായ ന്യായങ്ങൾ പറയുന്ന ഇത്തരം വൃത്തികേട് നമ്മൾ അവസാനിപ്പിക്കുകയും അത്തരം വൃത്തികേട് ആര് കാണിച്ചാലും അത് തുറന്നു കാണിക്കാൻ ശ്രമിക്കുകയും വേണം. എന്ന് പറഞ്ഞാൽ വർഗീയതക്കെതിരിൽ, ബാക്കി ഇപ്പൊ നിയോ ലിബറൽ ഇക്കണോമിക്സ് വേണോ വേണ്ടേ എന്നൊക്കെ നമുക്ക് തർക്കിക്കാം. പക്ഷെ വർഗീയതയുടെ കാര്യത്തിൽ തത്വാധിഷ്ഠിതമായ സന്ധികളില്ലാത്ത നിലപാടുകൾ എടുക്കുന്ന മനുഷ്യരുടെ കൂട്ടായ്മ രൂപപ്പെടുത്തുക. ഞാൻ ഇന്നും വിചാരിക്കുന്നത് അങ്ങനെയുള്ള ക്രിസ്ത്യാനി മുസ്ലിമും ഹിന്ദുവും ഒക്കെ കേരളത്തിൽ ഇപ്പോഴും ധാരാളമുണ്ട്. അവർക്കൊരു സംഘടിത ശബ്ദമില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അതേ സമയത്ത് ഈ വർഗീയവാദികൾക്കൊക്കെ വേണ്ടിയിട്ട് ശബ്ദങ്ങളുണ്ട് ഇവിടെ. അവരുടെ ശബ്ദം ഇവിടെ മുഖരിതമാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ. അപ്പൊ ഇനി അത്തരം മലയാളി, ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് അങ്ങനത്തെ മലയാളികളാണ് മഹാഭൂരിഭാഗം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ കത്തോലിക്ക സഭയിലുള്ള എത്രയോ ആളുകൾ ഇതിനെതിരിൽ അവർ മിണ്ടിക്കൊള്ളുന്നില്ല. കാരണം എന്താ വെച്ചാൽ ആ ഒരു സഭയുടെ അധികാരം എന്നൊക്കെ പറയുന്നത് വളരെ വലുതാണ്. മുസ്ലിങ്ങളുടെ ഇടയിലുള്ള പല കാര്യങ്ങളോടും മിണ്ടാൻ മടിക്കുന്നവരുണ്ടാവും. പക്ഷെ ഇവരുടെയൊക്കെ ഉള്ളിൽ നമ്മളൊക്കെ ഇതുവരെ എന്താ പറയാ ആഘോഷിച്ച ഒരു കേരളം ഉണ്ടല്ലോ, അല്ലെ? ആ കേരളം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഈ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്. അവർക്ക് ശബ്ദം നൽകാൻ ആർക്ക് കഴിയും? ഞാൻ നേരത്തെ അഴീക്കോടിന്റെ പേര് പറഞ്ഞതാണ്. അവർക്ക് ശബ്ദം നൽകിയിരുന്ന വലിയ മനുഷ്യരുണ്ടായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത്. ഇപ്പൊ നമുക്ക് അത്തരം ശബ്ദങ്ങൾ ഇല്ലാതാവുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പരിമിതിയായിട്ട് എനിക്ക് തോന്നുന്നത്. ഇനി മൂന്നാമത്തത് BJPയുടെ ഈ വിഷയത്തിലുള്ള ഒരു നിലപാടും, BJP ഇതിൽ നിന്ന് മുതലെടുപ്പ് നടത്തിയോ? അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? അല്ല, ഇപ്പം ഈ എന്താ പറയുക, ഇവിടുത്തെ ഞാൻ UAE-യിലാണല്ലോ. അപ്പൊ UAE-യിൽ ദുബായ് ഭരണാധികാരി അദ്ദേഹത്തിന്റെ ഒരു ദർശനത്തെ കുറിച്ച് എഴുതിയൊരു പുസ്തകത്തിൽ അദ്ദേഹം തുടങ്ങുന്നത്, ആഫ്രിക്കയിൽ രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്ന ഏത് മാൻപേടയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഏറ്റവും വേഗതയിൽ ഓടുന്ന സിംഹത്തെക്കാൾ കൂടുതൽ വേഗതയിൽ ഓടുക എന്നുള്ളതാണ്. അതിജീവനത്തിന് അത് മാത്രമാണ് വഴി. ആഫ്രിക്കയിൽ രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്ന ഒരു സിംഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേഗത കുറഞ്ഞോടുന്ന മാൻപേടയുടെ വേഗതയിലെങ്കിലും ഓടിയെത്തുക എന്നുള്ളതാണ് അതിജീവനത്തിനുള്ള ഏക വഴി. അപ്പോൾ BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ മാൻപേടകളെ എങ്ങനെ പിടിച്ച്
പിന്നെ വേട്ടയാടി പിടിക്കുക എന്നുള്ളതാണ് അവരുടെ അജണ്ട, അതിന്റെ പ്രത്യയശാസ്ത്രം അതാണ്, അതിന്റെ പ്രയോഗ രീതി അതാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ കോൺഗ്രസിനോ CPM-നോ കുറിച്ച് വിമർശനാത്മകമായി സംസാരിച്ചതുപോലെ അവരെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യം പോലുമില്ല. കാരണം അവരിപ്പോ ഈ ചെയ്യുന്നത് വളരെ വ്യക്തമാണ്, അത് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. അതിൽ CK പത്മനാഭനെ പോലുള്ള ഒരാളുടെ പ്രസ്താവന മാത്രമാണ് എന്നെ അമ്പരപ്പിക്കുന്നത്, അത്ഭുതപ്പെടുത്തുന്നത്. അല്ലാണ്ട് സുരേന്ദ്രനും മന്ത്രി മുരളീധരനും ഒക്കെ പറയുന്ന കാര്യങ്ങൾ അവരത് പറഞ്ഞില്ലെങ്കിലല്ലേ നമ്മൾ ഞെട്ടുന്നത്. ക്രിസ്ത്യൻ മുസ്ലിം ഒരു ഈ സ്പർദ്ധ ഉണ്ടായി തുടങ്ങിയത് എവിടെയാണ് ഈ സ്പർദ്ധ തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമുദായങ്ങളുടെ ഇടയിലും പല നിലക്കുള്ള പരസ്പരമുള്ള മുൻവിധികൾ എല്ലാ കാലത്തും നിലനിന്ന് പോകുന്നുണ്ട്. ആ മുൻവിധികൾ പിന്നെ പുറത്തു വരാത്ത രൂപത്തിലുള്ള ഒരു പൊതുസമൂഹം അതിനുള്ളിൽ ആവശ്യമുള്ള മര്യാദക്രമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്തു പോകുന്നത്. അതിനെ കൂടുതൽ വഷളാക്കിയതിൽ ഇന്ത്യയിൽ തന്നെ ഈ മതങ്ങൾ തമ്മിലുള്ള പങ്കുവഹിച്ച ഒരു പ്രധാന സംഗതിയായിട്ട് ഞാൻ വിചാരിക്കുന്നത് ടെലിവിഷൻ യുഗത്തിലുള്ള മുസ്ലിം മിഷണറി പ്രവർത്തനങ്ങളാണ്. ദേശീയ തലത്തിൽ അത് സാക്കിർ നായിക്ക് ആണ് തുടങ്ങി വെക്കുന്നത്. കേരളത്തിൽ അതിന്റെ ഏറ്റവും വലിയ അപ്പോസ്തലൻ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച സുഹൃത്തു കൂടിയായ MM അക്ബറാണ്. സ്നേഹ സംവാദം എന്നുള്ള പേരിൽ അദ്ദേഹം നടത്തിയിരുന്ന വിദ്വേഷ സംവാദം കേരളത്തില് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിലും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലും അകറ്റുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതിപ്പോൾ 90-കൾക്ക് മുമ്പോ 80-കൾക്ക് മുമ്പോ ആണെങ്കിൽ അത്ര വലിയ പങ്ക് വഹിക്കില്ലായിരുന്നു. കാരണം ഇവർ നടത്തുന്നത് വേറെ ആരും അധികം കാണാൻ സാധ്യതയില്ല, ടെലിവിഷനും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഈ ടെലിവിഷനും വിഷ്വൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം തന്നെ സംഗതികൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ അത് വേദനിപ്പിക്കും. ഇപ്പൊ ഞാനത് സാധാരണ ഈ ചർച്ച വരുമ്പോൾ ഞാൻ പറയാറുള്ള ഒരു കാര്യമുണ്ട്. എൻ്റെ മലപ്പുറം ജില്ലയിലെ താനാളൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. അവിടെ മഹാഭൂരിഭാഗം മുസ്ലിങ്ങളാണ്. അവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ ഒരു പാതിരി ഒരു സ്റ്റേജ് കെട്ടിയിട്ട് ഇസ്ലാം മൊത്തം മോശമാണ്, മുസ്ലാം ശരിയല്ല, ക്രിസ്തു മതമാണ് ശരിയെന്ന് പ്രസംഗിക്കുകയാണെങ്കിൽ താനാളൂരത്തെ മുസ്ലിങ്ങൾ സ്വാഭാവികമായിട്ട് രോഷാകുലരാകും, വ്രണിത ഹൃദയരാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അവർ പ്രതികരിച്ചു കൊണ്ടിരിക്കും. അപ്പൊ അതേ സാധനമാണ്. അപ്പൊ അത് ആലോചിച്ചാൽ മതിയല്ലോ. നമുക്ക് ബാധകമായ കാര്യങ്ങൾ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഒരു ഹദീസ് എല്ലാവരും പറയാറുണ്ട്. തനിക്ക് ഇഷ്ടപ്പെട്ടത് തന്റെ സഹോദരനും കൂടി ഇഷ്ടപ്പെടുന്നതാകുന്നത് വരെ ഒരാൾ സത്യവിശ്വാസിയാവുകയില്ല എന്ന് പറയും. അപ്പൊ നമ്മുടെ നാട്ടില് വേറൊരു മതസ്ഥർ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഡിബേറ്റ് നടത്തുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പറയാം, ഇത് ആശയങ്ങൾ തമ്മിലുള്ള സമരമല്ലേ, ആശയങ്ങൾ തമ്മിലുള്ള പ്രത്യേക അഭിപ്രായ വ്യത്യാസമല്ലേ എന്നൊക്കെ പറയാം. ഒന്ന് മതം എന്ന് പറയുന്നത് വിശ്വാസമാണ്, ആശയങ്ങളല്ല. കാരണം അത് മനസ്സിലാക്കാൻ, വിശ്വാസം എന്ന് പറയുന്നത് അതിന് ആശയത്തിന്റെ ഒരു തല ഉണ്ടാവും, പക്ഷെ അത് അതിനപ്പുറമുള്ള ഒരു സാധനമാണ്. ഇപ്പം സുനിത എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതേസമയത്ത് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയും. കാരണം നേരിട്ട് കാണുന്നതും അല്ലാത്തതും തമ്മിലുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പം മതവിശ്വാസം എന്ന് പറയുന്നത് ആ നിലക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്, വളരെ അമൂർത്തമായിട്ടുള്ളൊരു സംഗതിയാണ്. അതിനെക്കുറിച്ച് തർക്കവിതർക്കങ്ങൾ ഉണ്ടാക്കുകയും പരസ്പരം കാലുഷ്യങ്ങൾ ഉണ്ടാക്കുകയും എൻ്റെ മതമാണ് നിന്റെ മതത്തേക്കാൾ ഭേദം, ഇതിലാണ് എല്ലാ നിലക്കും ശരികളുള്ളത് എന്ന് തെളിയിക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം സംവാദങ്ങൾ, സ്നേഹത്തിന്റെ പേരിട്ട് വിളിക്കുന്ന സംവാദങ്ങൾ സ്വാഭാവികമായിട്ടും മനുഷ്യരെ തമ്മിൽ അകറ്റുന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇനി എന്നോട് ഇത് കേൾക്കുന്ന ആരെങ്കിലും വിയോജിക്കുന്നുണ്ടെങ്കിൽ അവർ ആലോചിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. അവരുടെ നാട്ടിൻപുറത്ത് വന്നിട്ട് വേറൊരു മതസ്ഥർ ഇങ്ങനെ ഒരു പരിപാടി നടത്തി അവർക്ക് എന്താ തോന്നുന്നു? അപ്പൊ ആ നിലക്ക് ഇദ്ദേഹത്തിന്റെ സ്നേഹസംവാദം, MM അക്ബറിന്റെ സ്നേഹസംവാദം ഒരു നിലക്ക് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതോടൊപ്പം പറയേണ്ട ഒരു കാര്യം, കേസും കാര്യങ്ങളും ഒക്കെ വന്നതോടുകൂടിയിട്ട് MM അക്ബർ ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ യുക്തിവാദികളുടെ അടുത്താണ് ഇപ്പം സ്നേഹസംവാദത്തിന് പോകുന്നത്. കാരണം അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു സംഘടിത രാഷ്ട്രീയ ശക്തിയും ഒരു സംഘടിത മതശക്തിയും ഒന്നും വരാൻ പോകാത്തത് കൊണ്ട് ദൈവമുണ്ടോ ഇല്ലേ എന്നുള്ള പണ്ട് 50-കളിലും 60-കളിലും ഒക്കെ നമ്മൾ പറഞ്ഞു തീർത്ത സാധനത്തിലേക്ക് വീണ്ടും പോകുന്നത് കുറച്ചും കൂടി സുരക്ഷിതമായൊരു സംഗതി ആയതുകൊണ്ട് അദ്ദേഹം ഇപ്പൊ ആ വഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമീപകാലത്ത് ഞാൻ അത്തരം ഒരു ചർച്ച, ഞാനത് മുഴുവൻ കേൾക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ കേട്ടില്ല. പക്ഷേ മറ്റേ യുക്തിവാദിയായ ജബ്ബാർ മാഷും ഇദ്ദേഹവും തമ്മിൽ ഇവരെല്ലാം ഒരർത്ഥത്തിൽ ഒരേ തൂവൽ പക്ഷികളാണ്. തർക്കശാസ്ത്രത്തിലാണ് ഇവരുടെ എല്ലാ വൈദഗ്ധ്യവും കൊടുക്കുന്നത്, അല്ലാണ്ട് ഡയലോഗിലല്ല. തർക്കശാസ്ത്രവും ഡയലോഗും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. യുക്തിവാദികൾ എന്ന് പറയുമ്പോൾ അതിൽ യുക്തി എന്നുള്ളൊരു വാക്കുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അവര് ഈ മൽപിടുത്തത്തിന് പോകുന്നത്? അതിൽ യുക്തി അല്ല, അതിപ്പോ ഈ വർഗീയവാദികളെല്ലാം തന്നെ ഞങ്ങൾ സമാധാനത്തിന് വേണ്ടിയിട്ടാണല്ലോ പറയുന്നത്. ഏതെങ്കിലും വർഗീയവാദി ഞാൻ പ്രചരിപ്പിക്കുന്ന വർഗീയത എന്ന് പറഞ്ഞിട്ടോ? ഇല്ലല്ലോ. ഇപ്പൊ നമ്മള് സാധ്വി റിദംബരയുടെ അടുത്തോ മറ്റോ പോയി ചോദിക്കുകയാണ്, നിങ്ങൾ ഈ
ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിക്കാനാണോ നിങ്ങൾ നോക്കുക? തീർച്ചയായിട്ടും അല്ലാന്നേ പറയും. അല്ലെ? ഏതെങ്കിലും വർഗീയവാദി ലോകത്ത് സംബന്ധിച്ചിട്ടുണ്ടോ നമ്മൾ മറ്റൊരു സമുദായമായിട്ട് തല്ലുണ്ടാക്കാനോ നമ്മളൊക്കെ ചെയ്യുന്നതെന്ന് ഒരിക്കലും പറയില്ല. അപ്പൊ ഇപ്പൊ യുക്തിവാദികളുടെ കാര്യം ഞാൻ സുനിതയുടെ അടുത്ത് മുമ്പ് നമ്മൾ ആ ക്ലബ് ഹൗസ് ചർച്ചയിൽ പറഞ്ഞു. എനിക്ക് ഇവരെ ഈ ഒരു മൊത്തം വിഭാഗം ഉണ്ടല്ലോ, ഇപ്പം ഈ രാവിലെ മുതൽ രാത്രി വരെ ഇസ്ലാമിലെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണ് എന്ന് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇസ്ലാമില് ഞാൻ പഠിച്ചൊരു വിഷയമാണ് ഇസ്ലാം, അറബി സാഹിത്യം, അറബി ഭാഷയൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. ഇതിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ടെന്ന് വിചാരിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷെ ഇവരുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് നടക്കുന്ന വേറൊരു കാര്യം ഇവർക്ക് അറിയില്ല. രാവിലെ മുതൽക്ക് അർദ്ധരാത്രി വരെ ഖുർആനിൽ ഇനിയിപ്പോ കണ്ടുപിടിക്കപ്പെടാത്ത പുതിയ വൈരുദ്ധ്യം എന്താണുള്ളത്, പുതിയ കുഴപ്പം എന്താണുള്ളത്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരൊറ്റ സംഗതിയാണ്. പണ്ട് അതിമനോഹരമായ ഒരു കഥ ഒബ്സഷനെ കുറിച്ച് ജോൺ എബ്രഹാം എഴുതിയിട്ടുണ്ട്. കോട്ടയത്ത് എത്ര മത്തായിമാരുണ്ട് എന്നുള്ളത്. പണിയൊന്നും ഇല്ലാത്ത ഒരാൾ രാവിലെ ഉണരുമ്പോൾ, ഞാൻ പണ്ട് വായിച്ച കഥ, ഉണരുമ്പോൾ അയാളെ മനസ്സിൽ തോന്നുകയാണ് മത്തായി എന്ന് പേരുള്ള എത്ര ആളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ അയാൾ ഈ ലിസ്റ്റൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് മൂപ്പർക്ക് തോന്നി അയ്യോ പക്ഷെ വേറെ ആൾക്കാരുണ്ടാവുമല്ലോ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ. അപ്പൊ അവരുടെ പട്ടിക എടുക്കാൻ വേണ്ടി മൂപ്പര് ടെലിഫോൺ ഡയറക്ടർ എടുത്തിട്ട് മത്തായി എന്ന് പേരുള്ള എല്ലാവരെയും ലിസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ് മൂപ്പർക്ക് തോന്നി ടെലിഫോൺ ഇല്ലാത്ത മത്തായിമാരുണ്ടാവില്ലേ. അങ്ങനെ മൂപ്പര് വീട് തോറി മത്തായിമാരൊക്കെ ഉണ്ടെന്ന് അന്വേഷിക്കും. വീട് തോറി നടന്നത് അന്വേഷിക്കാൻ തുടങ്ങി. ഒബ്സഷനായി വട്ടായി എന്നുള്ളതാണ്. ഇതേ സാധനമാണ് നമ്മളിപ്പോ ഈ കാണുന്ന ഹദീസിൽ, അതും ലോകത്ത് ആരും കേൾക്കാത്ത ഹദീസുകളൊക്കെ എടുത്തിട്ട് ഇപ്പം ഇന്ത്യയെ സുനിത തന്നെ ചർച്ച നടത്തിയിരുന്നല്ലോ അതിനെ കുറിച്ച്. ഇന്ത്യയെ ആക്രമിക്കുന്നവർക്ക് പുണ്യം കിട്ടുന്നൊക്കെ പറഞ്ഞ ഹദീസ് ഉണ്ടോ, മറ്റേ ഹദീസ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഈ ഇസ്ലാമിക പണ്ഡിതന്മാർ വരെ ജീവിതത്തിൽ കാണാത്ത ഹദീസുകളൊക്കെ ഇവർ കണ്ടുപിടിച്ച് വരികയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും സമയം വായിക്കാവുന്ന എത്ര നല്ല പുസ്തകങ്ങൾ ഈ ലോകത്ത് ഇറങ്ങിയിട്ടുണ്ടെന്ന് ആലോചിക്കാം. കഴിഞ്ഞ ഒരു 100-300 കൊല്ലത്തിൽ ഇറങ്ങിയ ലോകത്ത് സാഹിത്യത്തിലാണെങ്കിലും സാമൂഹ്യ ശാസ്ത്രത്തിലാണെങ്കിലും തത്വചിന്തയിലാണെങ്കിലും ഒക്കെ എത്ര പുസ്തകങ്ങൾ വായിച്ച് മനുഷ്യനെ ജീവിതം ധന്യമാക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. അതിന് പകരം ഇതെന്നെ വായിച്ച് സൂക്ഷ്മദർശിനി വെച്ചിരിക്കുന്ന മനുഷ്യരോട് എന്താ പറയാ, സങ്കടം തോന്നും, പാവം തോന്നും. കാരണം അവർക്ക് എന്താണ് നഷ്ടപ്പെടുന്നതെന്ന് അവരറിയുന്നില്ലല്ലോ എന്ന് തോന്നും. ഇപ്പോ പാലാ ബിഷപ്പിന്റെ ഒരു പ്രസ്താവന വന്നിട്ട് 11 ദിവസമായി. 11 ദിവസവും ഇവിടെ വലിയ വലിയ സംഭവങ്ങൾ നടന്നു. അപ്പൊ ഇത് അത്യാവശ്യം നല്ലൊരു അകൽച്ച മനുഷ്യർക്കിടയിലും മതേതരവാദികൾക്കിടയിലും വർഗീയവാദികൾക്കിടയിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എന്താണ് ഇതിനൊരു പരിഹാരം? അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതിന് 2 നിലക്ക് നമ്മൾ കാണണം. ഒന്ന് താൽക്കാലികമായ ഒരു ഷോർട്ട് ടേം പരിഹാരങ്ങൾ എന്താണെന്നുള്ളത്. ആ ഷോർട്ട് ടേം പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഉള്ള ഒരുപാട് ശ്രമങ്ങൾ കേരളത്തിൽ നടക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, താമരശ്ശേരി അതിരൂപത പ്രസിദ്ധീകരിച്ച കൈപ്പുസ്തകം എന്ന് പറയുന്നത് ഒരു വിഷസഞ്ചിയായിരുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ വായിച്ച ഭാഗങ്ങളൊക്കെ തന്നെ ലോകത്ത് ഏത് കടുത്ത വർഗീയവാദിയും തങ്ങളുടെ തൊട്ടടുത്ത് ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് ഒരിക്കലും പറയാൻ മടിക്കുന്ന നിലക്കുള്ള വിഷലിപ്തമായ സംഗതികളാണ് അതിലുണ്ടായിരുന്നത്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സുനിത തന്നെ ചോദിച്ചല്ലോ കൈവിഷം കൊടുത്തിരുന്നു. ഈ കൈവിഷം, അതായത് മുസ്ലിം പുരോഹിതന്മാര് മന്ത്രിച്ചൂതി കൊടുക്കുന്നു, എന്നിട്ട് അതും കൊണ്ട് ഈ ചെക്കന്മാര് ക്രിസ്ത്യാനി പെണ്ണുങ്ങളെ തേടി പോകുന്നു. എന്നിട്ട് അത് മാത്രമല്ല സുഗന്ധലേപനങ്ങൾ കൊടുക്കുന്നു. ഞെങ്ങാനും ചരട് കെട്ടാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ പോകുമ്പോൾ വെറുതെ കയ്യിലൊന്ന് പെരട്ടി കൊടുത്താൽ അവർ വശീകൃതർ എന്ന് പറഞ്ഞാൽ. ഒന്നാമത്തെ കാര്യം, ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇത്രയും മോശമെന്ന് ഇവർ പറയണതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഞാനൊരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ കല്യാണം കഴിച്ച ഒരാളാണ്. ഇങ്ങനെ വളരെ പെട്ടെന്നൊക്കെ അങ്ങനെ വീണ് പോകണവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ? അതൊരു ഭാഗത്ത്. അങ്ങനെയൊക്കെ എഴുതിയ ഒരു സാധനം, അങ്ങനത്തെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച ഒരു അതിരൂപതയിലേക്ക് ഇന്നലെ വൈകുന്നേരം ഡോക്ടർ MK മുനീർ, ഹുസൈൻ മടവൂരും അടക്കമുള്ള മുസ്ലിം നേതാക്കൾ കയറി ചെന്നല്ലോ. ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ ചെല്ലില്ല എന്നൊരു നിലപാടല്ലല്ലോ അവരെടുത്തത്. കാരണം അവരല്ലേ പരിക്കേറ്റവരവരാണല്ലോ. അവരവിടെ ചെന്ന് അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും നമ്മൾ തമ്മിൽ നല്ല ആൾക്ക് പോകണം, സ്നേഹത്തോടെ ജീവിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരുകയാണല്ലോ ചെയ്തത്. അതൊരു വലിയ മാതൃകയല്ലേ? ഇനി ഞാൻ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഷോർട്ട് ടേമിൽ സമുദായങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഒക്കെ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. സമുദായങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഇപ്പം 2010 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജോസഫ് മാഷിന്റെ കൈവെട്ടുന്നത് അല്ലെ? ജോസഫ് മാഷിന്റെ കൈവെട്ടി കേരളം കലുഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഇന്ന് ആരും ചർച്ച ചെയ്യാത്തൊരു സംഗതിയുണ്ട്. എനിക്ക് സങ്കടം വരുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ മുസ്ലിങ്ങൾ എന്തെങ്കിലും നന്മ ചെയ്താൽ തന്നെ അത് മുസ്ലിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് എന്നുള്ളത്. ഇപ്പൊ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സമയത്ത് പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമി ഒഴിച്ചുള്ള ബാക്കി മുഴുവൻ മുസ്ലിം സംഘടനകൾ കോട്ടക്കൽ ഒരു യോഗം കൂടിയിട്ട് അവർ തീരുമാനിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾ, അവരുടെ നോട്ടീസ് വിതരണം, അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഒന്നും
കേരളത്തിൽ ഒരു മുസ്ലിം പള്ളിയിലും അനുവദിക്കില്ല എന്ന് ഈ മുസ്ലിം സംഘടനകൾ ഒരുമിച്ച് കൂടി തീരുമാനമെടുക്കുകയാണ്. ഒരു കാര്യം കൂടി ഓർക്കുക, ഈ ഒരുമിച്ച് കൂടിയ മുസ്ലിം സംഘടനകൾ ആ മീറ്റിംഗിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം മുതൽ പരസ്പരം അടിക്കുന്ന കൂട്ടരാണ്. കാരണം കേരളത്തിലെ മുസ്ലിം സംഘടനകൾ എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് പരസ്പരം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് വേറെ ആരെയും അടിക്കാൻ നേരം പോലും ഉണ്ടാവില്ല, അതിനുള്ള എനർജി ഇല്ല. അത്രയും പരസ്പരം എന്താ ഖണ്ഡന മണ്ഡനങ്ങളും ശകാരങ്ങളും ഒക്കെ തുറന്നുകൊണ്ടേയിരിക്കുന്ന ഈ സംഘടനകൾ ഇങ്ങനെ ഒരു പൊതുവിഷയം വന്നപ്പം കോട്ടക്കൽ ഒരുമിച്ച് കൂടുകയും നമ്മൾ ഇക്കാര്യത്തിൽ കൃത്യമായ കർശനമായ കർക്കശമായ ഒരു നിലപാടെടുക്കുന്നു തീരുമാനിക്കുകയും ചെയ്തു. അപ്പൊ ആ നിലക്ക് ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ ഏതാനും വ്യക്തികളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, 1-2 സംഘടനകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഭാഗത്ത് ഞാൻ കണ്ടെടുത്തോളം അങ്ങേയറ്റം വിവേകപൂർണവും പക്വവുമായ സമീപനങ്ങളാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. എല്ലാ സംഘടനകളും എടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ നല്ല പ്രതികരണങ്ങളാണ്. അതേ സമയത്ത് പാലാ മെത്രാനോ താമരശ്ശേരി ഇറക്കി അതിൽ വിഷമവും വേദനയൊക്കെ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് ഇത് കാലാകാലം കൊണ്ടു നടക്കുകയല്ല വേണ്ടത്. നമ്മൾ പരസ്പരം സംസാരിക്കുകയും നമ്മൾ പരസ്പരം ഒന്നായി പോവുകയാണ് വേണ്ടതെന്നുള്ളൊരു തിരിച്ചറിവുണ്ട്. ഇനി ദീർഘകാല അടിസ്ഥാനത്തിൽ ഇതിന് എന്താണ് പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. നടക്കൂല്ലോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഞങ്ങൾക്കും ഇവിടെ ജീവിക്കണം. നിങ്ങളുടെ ഈ ഭ്രാന്തും വൃത്തികേടും കൊണ്ട് ഈ നാടിനെ കുട്ടിച്ചോറൊക്കെ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളുടെ മക്കൾക്ക് ഈ നാട്ടിൽ വളർന്നു വരണം, ജീവിക്കണം, സമാധാനത്തോടെ അന്തസ്സോടെ സഹവർത്തിത്വത്തോടെ ബഹുസ്വരമായ അന്തരീക്ഷത്തിൽ തന്നെ ജീവിക്കണം എന്ന് ഉറപ്പിച്ച് പറയുന്ന എല്ലാ വർഗീയതയോടും സന്ധിയില്ല സമരം ചെയ്യാൻ തയ്യാറുള്ള മലയാളികളുടെ ഒരു കൂട്ടായ്മ അവസരവാദങ്ങൾക്ക് സാധ്യതയില്ലാത്തൊരു പ്ലാറ്റ്ഫോമിൽ, അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവസരവാദം വേണ്ടിവരും, മതസംഘടനകൾക്ക് അവസരവാദം വേണ്ടിവരും, അതല്ലാത്തൊരു കൂട്ടായ്മ രൂപപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള പരിഹാരം. അങ്ങനെയുള്ള ഒരു പൊതുമണ്ഡലം ശക്തിപ്പെടുത്തുക. അപ്പൊ ഈ മലയാളി എല്ലാവരും ഒന്നിച്ചു വരുന്ന ഒരു പൊതുമണ്ഡലം എത്ര വർദ്ധിക്കുന്നുവോ അത്രയും വർഗീയ പ്രകാശനങ്ങൾക്കുള്ള അവസരങ്ങൾ കുറയും, അല്ലെ? ഇപ്പം സുനിതയുടെ സമുദായത്തോട് എനിക്ക് പല മുൻവിധിയും ഉണ്ടാവും. സുനിത കൂടെ എടുത്തിരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും എന്താ പറയേണ്ടത്, അല്ലെ? തിരിച്ചു അത്രയും മതി നമുക്ക്. ഇവന്മാരെല്ലാവരും കൂടി ഭയങ്കര നിർമ്മല മനസ്കരാണെന്നൊന്നും നമ്മൾ വിചാരിക്കണ്ട. എല്ലാ വിഭാഗങ്ങളുടെ ഇടയിലും അവരുടെ മുൻവിധികൾ ഉണ്ടാവും. എന്റേത് മാത്രമാണ് ശരി എന്നുള്ള നിർബന്ധങ്ങൾ ഉണ്ടാവും. പിന്നെ ഈ വർഗീയമായ അല്ലെങ്കിൽ മതഭ്രാന്തുമായിട്ട് ബന്ധപ്പെട്ട സാധനത്തിന്റെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ഈ ആത്മീയത മതം എന്നൊക്കെ പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം കൂടി നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഞാൻ കൂടുതൽ പറയേണ്ട ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. പ്രവാചകന്റെ വഴി എന്ന നോവലിൽ OV വിജയൻ പറയുന്ന ഒരു മനോഹരമായ വാചകമുണ്ട്. ആ വാചകം എനിക്ക് മുഴുവൻ ഓർമ്മയില്ല. അതിന്റെ അർത്ഥം എങ്ങനെയാണ്? ദൈവാനുഭവത്തിന്റെ തീക്ഷ്ണതയിൽ ഓരോ പ്രവാചകനും വിളിച്ചാർത്തു എന്റേത് മാത്രമാണ് ശരി. അതിന്റെ പൊരുളറിയാത്ത, അതിന്റെ ആന്തരാർത്ഥം അറിയാത്ത അനുയായികൾ വാളും ആയുധങ്ങളും എടുത്ത് തെരുവിലേക്ക് ഇറങ്ങി തിരിച്ചു എന്നുള്ള രൂപത്തിലുള്ള ഒരു വാചകമാണ് അതിൽ വരുന്നത്. അത് വലിയ മനോഹരമായ ഒരു വാചകമാണ്. അപ്പൊ ആ ഒരു സംഗതിയെ നേരിടണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താ പറയാ, ഭ്രാന്ത് പിടിച്ച മലയാളികളും സമനില തെറ്റാത്ത മലയാളികളും തമ്മിലുള്ള ഒരു ധ്രുവീകരണമാണ് ഇപ്പൊ അടിസ്ഥാനപരമായി സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ തിരിച്ചറിയുക. സമനില തെറ്റാത്ത മലയാളികളുടെ ഒരു കൂട്ടായ്മ, അതിൽ മതവിശ്വാസികൾ ഉണ്ടാവും, ആത്മീയവാദികൾ ഉണ്ടാവും, നിരീശ്വരവാദികൾ ഉണ്ടാവും, അജ്ഞേയവാദികൾ ഉണ്ടാവും, പല രാഷ്ട്രീയ ധാരകളുടെ ഭാഗമായിട്ടുള്ളവരുണ്ടാവും. അവരെ എങ്ങനെ നമുക്കൊരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ പറ്റുക? ഈ ഒരു വികാരം പങ്കെടുക്കുക. കാരണം നമുക്ക് കേരളത്തെ നിലനിർത്തണം. കേരളം തമിഴ്നാട് മാത്രമാണ് ഇന്ത്യയിൽ സമനില തെറ്റാത്ത 2 സംസ്ഥാനങ്ങളായിട്ട് ഇപ്പൊ നിലനിൽക്കുന്നത്. അപ്പൊ അതിനെ എങ്ങനെയാണ് നമുക്ക് പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ടി വരും. ഞാനൊരു കാര്യം കൂടെ പറയാം. ഇത് പറയുമ്പോൾ എനിക്ക് പാലാ മെത്രാനോട് ഭയങ്കര കൃതജ്ഞത തോന്നുന്ന ഒരു സംഗതി ഉണ്ട് കേട്ടോ. അദ്ദേഹം പറയാതിരുന്ന ഒരു കാര്യത്തിന്റെ പുറത്ത് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ഒരു ജിഹാദി പ്രേമലേഖനം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയോടെ മുതൽക്കാണ് കേരളത്തിൽ ലവ് ജിഹാദ് തുടങ്ങിയതെന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ എന്നതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനം തോന്നുന്നുണ്ട് ഒരു നിലക്ക്. അപ്പോ എല്ലാത്തരം വർഗീയതയോടും സന്ധിയില്ലാത്ത സമരം ചെയ്യുന്ന കുറെ മലയാളികളും ഒക്കെ ഉണ്ടായി വരട്ടെ. അതിന് വിശാലമായ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവട്ടെ. ഇനി ഒരു പാലാ ബിഷപ്പിന് അല്ലെങ്കിൽ മറ്റൊരു മതപണ്ഡിതന് ഇത്തരത്തിലുള്ള ഒരു കാര്യം പറയാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ സമൂഹം നന്നാവട്ടെ എന്ന് ആഗ്രഹിക്കാം, അല്ലെ? അത്ര മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. കാരണം നമുക്ക് പക്ഷെ നമ്മൾ പറയേണ്ടത് പറഞ്ഞുകൊണ്ടിരിക്കണം. അതിന്റെ പേരിൽ പലരുടെയും ഹൃദയങ്ങൾ വ്രണപ്പെട്ടെന്നിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നാറുള്ളതെന്ന് പറഞ്ഞാൽ ഒരു വർഗീയവാദിക്ക് ഹൃദയമുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഹൃദയമുണ്ടെങ്കിലാണല്ലോ വികാരം വ്രണപ്പെടുന്നത്. അപ്പൊ അവരുടെ ഈ വ്രണിത ഹൃദയത്തിന്റെ പ്രകാശനം പോലും കൃത്രിമമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നമ്മൾ ഒരു നിലക്കുള്ള സന്ധിക്കും അനുരഞ്ജനത്തിനും വഴങ്ങാതെ എല്ലാ വർഗീയതകളോടും, ഇപ്പൊ നാളെ 2 ആഴ്ച കഴിഞ്ഞിട്ട് മുസ്ലിം ആയിട്ടുള്ള ഒരു പണ്ഡിതനാണെങ്കിൽ വർത്താനം പറയണമെങ്കിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞ് ഇതേ കാര്യം പറയാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ ഹിന്ദു ആണെങ്കിലും പറയാൻ കഴിയണം.
കാരണം ഇവരെല്ലാം നമ്മുടെ പൊതുസമൂഹത്തിന്റെ ശത്രുക്കളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിലപാടുകൾ എടുക്കാനുള്ള ത്രാണിയും ആർജവവും നമ്മൾ എത്ര കൂടുതൽ പേര് കാണിക്കുമ്പോൾ അത്രയും നമുക്ക് കേരളത്തെ സമനില തെറ്റാതെ സംരക്ഷിച്ച് നിർത്താൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഈ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇപ്പൊ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഹിന്ദു വർഗീയതയോടൊക്കെ നമ്മൾ ഭയങ്കര രൂക്ഷമായിട്ട് പ്രതികരിക്കുക, അവരെ നല്ലതായിട്ട് വിമർശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പാലാ ബിഷപ്പിന്റെ കാര്യം വന്നപ്പോഴാണ് ആദ്യമായിട്ട് ആളുകൾ കുറച്ച് മയപ്പെട്ടതാ കാണുന്നതും അദ്ദേഹത്തെ കാണാൻ ആപ്പിളും വാങ്ങി പോകുന്നത് കാണുന്നൊക്കെ ആദ്യത്തെ ഒരു അനുഭവമാണത്. ഇതിനു മുമ്പ് ഇത് സംശയമില്ല. അതിനെ എങ്ങനെ വിശദീകരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ ചില എന്താ പറയാ ആളുകളുടെ പദവി, വോട്ട് ബാങ്ക്. ഇപ്പൊ ശശികല ടീച്ചർ ഞാൻ പറയാം, കേരളത്തില് ശശികല ടീച്ചർ നിങ്ങൾ എന്ത് ചീത്ത പറഞ്ഞാലും നിങ്ങൾക്ക് വോട്ട് പോകാൻ പോകുന്നില്ല. ബാർഗൈനിങ് പവർ ഇല്ല. BJP-ക്കാര് ആ അർത്ഥത്തിൽ കേരളത്തിൽ ഒരു അധസ്ഥിത വിഭാഗമാണ്. അത് ഇനി മാറാം. അതിന് നമ്മൾ നന്ദി പറയേണ്ടത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിലെ മഹാഭൂരിഭാഗം വരുന്ന ബുദ്ധിസ്ഥിരത നഷ്ടപ്പെടാത്ത മനുഷ്യരോടാണ്. അല്ലേ? അതേ സമയത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നമ്മൾ ഞെട്ടലോടെ തിരിച്ചറിയുന്ന ഒരു സംഗതി, ഈ ബിഷപ്പിന്റെ പ്രസ്താവനക്കെതിരിൽ ശക്തമായ നിലപാടെടുത്ത് രംഗത്ത് വരാൻ ഇപ്പൊ ക്രിസ്ത്യൻ സമൂഹത്തിനുള്ളിൽ തന്നെ വ്യക്തികളല്ലാതെ പ്രസ്ഥാനങ്ങളോ സംഘടനകളോ മറ്റു സഭകളോ ഒന്നും ശക്തമായൊരു നിലപാടെടുക്കാൻ തയ്യാറാവുന്നില്ല. വ്യക്തികളെടുത്തു. അപ്പൊ എനിക്കതിൽ ഏറ്റവും ഞാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് വീണ്ടും ഓർക്കുകയും കണ്ണിൽ കണ്ണുനീര് വരികയും ചെയ്തതാണ് മാർ കൂറിലോസ് ബിഷപ്പിന്റെ തിരുമേനി. അവിടെ ഞാൻ തിരുമേനി എന്ന് വിളിക്കുന്നതിന്റെ എല്ലാ ബഹുമാനത്തോടും കൂടിയിട്ടാണ്. കാരണം ഗീവർഗീസ് മാർ കൂറിലോസ് തിരുമേനി സംസാരിക്കുമ്പോ നമ്മള് നസറേത്തിലെ ജൂതനെ ഓർത്തു പോകുന്നു. ആ വികാരം അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു പോകുന്നു. ആ നിലക്കുള്ള അപൂർവം വ്യക്തികൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ രംഗത്ത് വരാൻ കാരണങ്ങൾ പലതുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, എല്ലാം ഇതിനോട് യോജിക്കുന്നതുകൊണ്ടായിക്കൊള്ളുന്നില്ല. പലപ്പോഴും ഈ സഭയുടെ ഒരു അധികാരം എന്ന് പറയുന്നത്, കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും ഒക്കെ പുറത്തുള്ള അധികാരം ഒരുപക്ഷെ ഹിന്ദു മുസ്ലിം സമൂഹങ്ങളിൽ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെ സംഘടിതവും ശക്തവുമാണ് എന്നത് അതിന്റെ ഒരു കാരണമായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം രണ്ടാണെങ്കിലും പ്രധാനപ്പെട്ട സംഭവമാണല്ലേ കേരളത്തിന്റെ ഒരു ചരിത്രം. നമ്മളിപ്പോ പല കേസുകൾ പറയുന്നത് പോലെ ഈ പാലാ ബിഷപ്പിന്റെ ഈ പ്രസ്താവനയും നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും ഒരു സ്റ്റഡി കേസ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യമല്ലേ ഇത്? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പോ നമ്മള് നിലക്കൽ സംഭവം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മൾ കേരളത്തിലെ ഒരു വർഗീയ ചരിത്രത്തിലെ ചില പ്രധാന ഘട്ടങ്ങളുണ്ട്, അല്ലെ? അപ്പൊ അതെല്ലാം നമ്മൾ ഓർക്കുന്നത് പോലെ തന്നെ എൻ്റെ ഒരു തോന്നൽ ഇത് എല്ലാ കാലത്തേക്കും ഓർക്കപ്പെടുന്നതാണ്. പക്ഷെ എൻ്റെ ഒരു പ്രത്യാശ അതിനെ നാം മറികടന്നത് എങ്ങനെ എന്നതിന്റെ പശ്ചാത്തലത്തിൽ അത് ഓർക്കപ്പെടണം. മാർപ്പാപ്പ മാപ്പ് പറയാൻ പാലായിൽ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്നതാണ് നമ്മുടെ പ്രത്യാശ. കാരണം ഇതിപ്പോ സംഘപരിവാരം കൂടി കളിക്കുമ്പോൾ ഇതെവിടേക്കും പോകാം. ഈ ഇത്തരം കാര്യങ്ങളിൽ ഒരു തീപ്പൊരി മതിയല്ലോ കാട്ടുതീയായിട്ട് പടരാൻ, അല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ അതേസമയത്ത് കഴിഞ്ഞ ഒരാഴ്ചയിൽ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ രണ്ട് മതവിഭാഗങ്ങളിൽപ്പെട്ടവർ പരസ്പരം എറിഞ്ഞുകൊണ്ടിരിക്കുന്ന തെറികൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ നിലക്ക് കണ്ടിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. വർഗീയ സംഘടനകൾ സംഘി ട്രോളുകൾ പറയുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു ഈ പലരുടെയും പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിശ്വാസികളായിട്ടുള്ള മനുഷ്യരെ പറ്റിയായി പറയുന്നത്. അവരല്ലാണ്ട് അതുവരെ വർഗീയതൊന്നും, ഞാൻ അങ്ങനത്തെ ഒരുപാട് ആളുകളുടെ പ്രൊഫൈലുകൾ പോയി നോക്കി. അവരവരുടെ ഭാര്യയുടെ കുട്ടികളുടെയൊക്കെ പടങ്ങളൊക്കെ ഇട്ട് നല്ല കാര്യങ്ങളൊക്കെ എഴുതി പാട്ടിനെ കുറിച്ചൊക്കെ എഴുതുന്ന ആളുകൾ വളരെ പെട്ടെന്ന് അവർ കയറിയിട്ട് അവരുടെ അക്കൗണ്ട് ഫേസ്ബുക്ക് പേജിലൊന്നും എഴുതുന്നില്ലെങ്കിൽ പോലും ഇത്തരം സ്ഥലങ്ങളിൽ വന്നിട്ട്, അതായത് ചാനലുകളുടെ ഫേസ്ബുക്ക് പേജുകളുടെ അടിയിൽ കമന്റുകളുടെ സ്ഥലത്തൊക്കെ എഴുതുന്ന വൃത്തികേടുകളും തെറികളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയാ, ഇത്രയും കാലം നിന്നോട് പറയാത്ത തെറി കെട്ടിക്കിടന്ന് എൻ്റെ നാവ് കഴിക്കുന്നു എന്ന് പറഞ്ഞൊരവസ്ഥയിലായിരുന്നു അവർ ഇത്രയും കാലം എന്ന് നമ്മളെ കൊണ്ട് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ശരിക്കും ഇതിന് നല്ല ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്. ഒരുമാതിരിപ്പെട്ട മനുഷ്യർക്കൊക്കെ, രണ്ട് മതത്തിൽപ്പെട്ടവരെന്നല്ല, മനുഷ്യർ മൊത്തം രണ്ട് ചേരിയായി തിരിഞ്ഞ് രണ്ട് തരം തോന്നലുകൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് ഇവിടെ. വെറുതെ ആ രണ്ട് തലം ഞങ്ങൾ നിങ്ങൾ എന്നുള്ള ഈ സാധനത്തിന് മറികടന്ന് ഒരു പൊതുസമൂഹം പൊതുമണ്ഡലം ഉണ്ടാക്കുക മാത്രമാണ് പരിഹാരം എന്ന് ഞാൻ അതുകൊണ്ട് ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചു. ഞാൻ കല്യാണം കഴിച്ചത് ഒരു ക്രിസ്ത്യാനിയാണ്. അവരുടെ കുടുംബം, അവരുടെ അച്ഛൻ, അമ്മ, അവരുടെ
പിന്നെ ബാക്കി ബന്ധുക്കൾ ഇവരൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ കുടുംബമായിട്ട് അവർക്കൊക്കെ വലിയ അടുത്ത ബന്ധമാണ്. മാത്രമല്ല എല്ലാം കടുത്ത മതവിശ്വാസികളൊക്കെ ഇപ്പൊ എൻ്റെ കുടുംബത്തിലൊക്കെ ഉള്ളവർ വിചാരിക്കുന്ന അവരൊക്കെ നല്ല ആൾക്കാരാ, അവർ ക്രിസ്ത്യാനികളായി പോയി എന്നുള്ളതേ ഉള്ളൂ എന്നല്ല, തിരിച്ചും അങ്ങനെ ആലോചിക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന എന്നെ പോലുള്ള ഒരാൾക്ക് ഇത് വലിയ വ്യക്തിപരമായിട്ട് വേദന ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞ് ഓരോ ദിവസം പോസ്റ്റ് ഇടുമ്പോഴും എൻ്റെ മനസ്സിൽ അവരുടെയൊക്കെ മുഖം വരികയാണ്. കാരണം നമ്മൾ ആ അർത്ഥത്തിൽ മതത്തിൽ നിന്ന് വരികയും സെക്യുലറായിട്ട് ജീവിക്കാൻ പഠിക്കുകയും ചെയ്ത ആൾക്കാരാണ്. ഇപ്പൊ എൻ്റെ 17 വയസ്സായ മോൾ, അവൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒക്കെ ചോദിച്ചിട്ടുണ്ട്, ഉപ്പച്ചി മുസ്ലിം, അമ്മ ക്രിസ്ത്യനാ, അപ്പൊ ഞാൻ എന്താ ഹിന്ദു ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അവള്. അങ്ങനെയാണ്. ഈ നിലക്ക് നമ്മൾ ഓരോ നിമിഷവും കൂടുതൽ ബഹുസ്വരമായി ജീവിക്കാൻ സ്വയം പരിശീലിപ്പിക്കുകയും അങ്ങനെ നമ്മുടെ കുട്ടികളെയൊക്കെ വളർത്തിയെടുക്കുകയും അങ്ങനെയുള്ളൊരു അതിന്റെ നടുക്കാണ് നമ്മൾ പെട്ടെന്ന് പാലാമെത്രാൻ അശനിപാതം പോലെ നമ്മുടെ തലയിലേക്ക് വീഴുന്നത്. ഇത് ഭയങ്കര വേദനയും രോഷവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഇത് ആർക്കും മനസ്സിലായില്ലെങ്കിലും പാലാമെത്രാനെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവട്ടെ, അദ്ദേഹത്തെ കേൾക്കട്ടെ എന്നാണ് ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് അതിനുള്ള വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട്, പണ്ഡിതനാണല്ലോ. അപ്പൊ ഇത് കേട്ടാൽ മലയാളം മനസ്സിലാവുന്ന ആളാണെങ്കിൽ ഒരു വീണ്ടും വിചാരം ഉണ്ടാവട്ടെ, ഒരു നാടിനെ. അദ്ദേഹം എന്താ പറയാ, അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അദ്ദേഹം അറിയുന്നില്ല എന്ന് നമ്മൾ അദ്ദേഹത്തിന് ഉദ്ധരിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. യേശുക്രിസ്തു ആ വാചകം പറഞ്ഞതൊക്കെ എത്ര ഗതികേടിലായിരിക്കുന്ന ആലോചിച്ചു. അപ്പൊ ആ നിലക്ക് ഇത് വല്ലാത്തൊരു എന്താ പറയാ ഒരു ഘട്ടത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിന്റെ ഗൗരവം ലഘൂകരിക്കാൻ നോക്കുന്നത് വലിയ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഏത് ഘട്ടമാണ് തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രതിവിധി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ മലയാളി എന്നുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാവി വലിയ അവതാളത്തിലാവും. കാരണം നമ്മൾ ഈ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയും ഒക്കെ ഇവിടെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനൊന്നും അല്ലാത്തൊരു മലയാളി സമൂഹം, ഒരു മലയാളി പൊതുബോധം നമുക്കുണ്ടായിരുന്നു, അല്ലെ? ആ മലയാളി പൊതുബോധത്തിലാണ് നമ്മളൊക്കെ ജനിച്ചതും വളർന്നതും, അല്ലെ? 80കളും 90കളും ഞാൻ തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് എൻ്റെ വർഗീയത സുനിതയുടെ അടുത്ത് മറച്ചു വെക്കണം എന്നുള്ളൊരു വിവേകം എനിക്ക് ഉണ്ടായിരുന്നു. കുറച്ച് മുമ്പ് വരെ ആളുകൾക്ക് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഉണ്ടായിരുന്നു. എനിക്ക് വർഗീയത ഇല്ല ഒന്നും ഞാൻ പറയാൻ പറ്റില്ലെങ്കിലും സുനിതയായിട്ട് സംസാരിക്കുമ്പോൾ അത് ഒക്കെ മാറ്റി വെച്ചിട്ട് അത് പറയേണ്ട സ്ഥലത്ത് പറഞ്ഞാൽ മതി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു, അല്ലെ? ഇപ്പൊ അതൊക്കെ പോയി. എല്ലാവരും പച്ചയായിട്ട് വർഗീയത പറയാൻ തുടങ്ങി. സോഷ്യൽ മീഡിയയുടെ വരവും അതൊരു വലിയൊരു ഘടകമാണ്. കാരണം ഈ സോഷ്യൽ മീഡിയയുടെ വരവിന്റെ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് വൃത്തികേടും ആർക്കും പറയാമെന്നുള്ളൊരു സാധനമുണ്ട്. ഇപ്പൊ മറ്റേതാണെങ്കിൽ അടി കിട്ടുക എന്നുള്ളൊരു സാധ്യത ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു നാട്ടിൻ പുറത്തല്ല അങ്ങാടി പോയിട്ട് തൊള്ളി തോന്നിയത് പറഞ്ഞു കഴിഞ്ഞാൽ ആരെന്തെങ്കിലും അടി കിട്ടും. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇപ്പൊ എനിക്കിവിടെ അബുദാബിയിൽ ഇരുന്നിട്ട് പറയാനുള്ളതൊക്കെ പറയാം. ഇത് കേൾക്കുന്നവൻ ഇരിക്കുന്നത് പിന്നെ 3000 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും. അതുകൊണ്ട് അടി കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല. മാത്രമല്ല അവൻ തിരിച്ചു പറയുന്ന തെറി എനിക്ക് ഡിലീറ്റ് ചെയ്യാനും പറ്റും. പക്ഷെ ഇവിടെയാണ് ഇടപെടൽ വേണ്ടത്, അല്ലേ? ഇതിനാണ് നിയമനിർമ്മാണം, സർക്കാരുകളുടെ ഇടപെടലൊക്കെ ആവശ്യമുള്ള ഒരു സ്പേസ്. നിയമനിർമ്മാണത്തിൽ കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ എല്ലാ കാര്യം കൈകാര്യം ചെയ്യാനുള്ള ആവശ്യത്തിന് നിയമങ്ങളൊക്കെ. സൈബർ ലോ ഉണ്ടോ? സൈബർ ലോയിൽ ചില പരിമിതികളുണ്ട്. പക്ഷേ സൈബർ ലോ ലംഘിക്കുന്ന സാധനങ്ങളെ തന്നെ വേണം ശിക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേറെ നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളുടെ സൈബർ ലോയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വേണം. അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ അതിന്റെ കൂടെ പോവാൻ സാധ്യതയുണ്ട്. അല്ല, എല്ലാം പോയില്ലേ? നമ്മളിപ്പോ ഈ സംസാരിക്കുന്നത് പാലാമെത്രാന്റെ പ്രസംഗത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ഏകദേശം എല്ലാ അർത്ഥത്തിലും സവർക്കറും ഗോൾവാൾക്കറും സ്വപ്നം കണ്ട ഹിന്ദുരാഷ്ട്രം ഏകദേശം പുലർന്ന് കഴിഞ്ഞൊരു കാലത്താണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലെ? 1947 മുതൽക്ക് 2014 മെയ് വരെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിന്റെ യഥാർത്ഥ ഘട്ടം അവസാനിച്ചു എന്ന് കരുതുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ ചർച്ചയുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് അവര് സ്വപ്നം കണ്ട ഒരു രാജ്യത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പ്, ആദ്യ ചുവടുവെപ്പ് കേരളത്തിൽ ബിഷപ്പ് വെച്ചോ? ആദ്യത്തേത് എന്ന് പറഞ്ഞുകൂടാ. നമ്മളിതിനു മുമ്പും ആ നിലക്കുള്ള പല പ്രശ്നങ്ങളിലൂടെ ഇപ്പൊ ശബരിമല സംഗതികൾ മുഴുവൻ ഒരർത്ഥത്തിൽ ഭാഗ്യത്തിന് മലയാളി സമൂഹം അതിനോട് പിന്നെ ഒരു വലിയ പരിധി വരെ, പക്ഷെ കാരണം മലയാളി സമൂഹത്തിലെ പുഴുക്കുത്തുകൾ മുഴുവൻ നമ്മൾ പുറത്ത് കണ്ട ഒരു ഘട്ടമായിരുന്നു അത്, അല്ലെ? പക്ഷെ അതിനെ നമ്മൾ മറികടന്നു. അതിനെ മറികടക്കാൻ വെള്ളപ്പൊക്കമാണോ നമ്മൾ സഹായിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എന്താണെങ്കിലും ഒന്നുകിൽ ഇനി ഒരു വെള്ളപ്പൊക്കം വന്നാൽ ഒരു പക്ഷെ നമ്മൾ തിരിച്ചറിഞ്ഞേക്കും നമുക്ക് ഒരുമിച്ചൊക്കെ നിൽക്കണം എന്നുള്ളൊരു സംഗതി. ഇപ്പൊ വെള്ളപ്പൊക്കം വരണേന്ന് പ്രാർത്ഥിക്കണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, അതാണോ അതിന് പരിഹാരം. പക്ഷെ എന്താണെങ്കിലും ഇതൊരു നിർണായക ഘട്ടമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മുടെ ഭാവി. ഞാനിപ്പോ ഇന്നലെ രാത്രി ഇരുന്ന് ആലോചിക്കുകയായിരുന്നു, ഈ കേരളം എന്താന്ന്
ഞാൻ ഇന്നലെ വൈക്കം മുഹമ്മദ് ബഷീർ, ഞാൻ പറഞ്ഞല്ലോ പ്രേമലേഖനം വേണമെങ്കിൽ ലവ് ജിഹാദിന്റെ ആദ്യത്തെ കൃതിയായിട്ട് കാണാൻ വേണമെങ്കിലോ അവർക്ക്. അതൊന്നും ഇനി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാനെങ്കിലും ഇത് പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. ഇപ്പം ഞാൻ ഇന്നലെ വായിക്കായിരുന്നു MP പോളിനെ കുറിച്ച് ബഷീർ എഴുതിയ അതിമനോഹരമായൊരു ലേഖനം. എന്തൊരു രസമുണ്ടെന്നറിയത്. MP പോൾ റോമൻ കത്തോലിക്കൻ ക്രിസ്ത്യാനിയാണ് എന്നാണ് രണ്ടാമത്തെ വാചകം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വരുമ്പോ ഈ കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വൈക്കം ചന്ദ്രശേഖരൻ നായർ വീട്ടിൽ വരുമ്പോൾ നായന്മാരടിക്കുന്ന വടിയെടുക്കടി ഫാബി എന്ന് പറഞ്ഞ ബഷീറിന്റെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? താൻ എഴുതിയ കൃതികളിലെ 99% കഥാപാത്രങ്ങളും ക്രിസ്ത്യാനികളായ TV കൊച്ചുബാവ കഥ എഴുതിയ കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? ഇതാണ് നമ്മുടെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞ ആ ഒരു പൊതു സംസ്കാരം. TV കൊച്ചുബാവയുടെ കഥകളിൽ മുഴുവൻ ക്രിസ്ത്യാനികൾ നിറയണമെങ്കിൽ TV കൊച്ചുബാവ എന്തുമാത്രം ഇടകലർന്ന് അടുത്ത് ജീവിച്ചിരിക്കണം ആ സമുദായവുമായിട്ട്, അല്ലെ? അപ്പൊ അങ്ങനത്തെ ഒരു സമൂഹത്തെ അകറ്റുകയും, ഇപ്പൊ താമരശ്ശേരി ബിഷപ്പ് പറഞ്ഞ ഈദിന് പിന്നെ ഭക്ഷണം എന്റെ വീട്ടിലൊക്കെ എല്ലാ ഈദിനും ബിരിയാണി കഴിക്കാൻ ഒരുപാട് സുഹൃത്തുക്കളെ വിളിക്കാറുണ്ട്. ഇവരൊക്കെ ഇപ്പൊ ആലോചിക്കണ്ടാവും, ആ ഷാജഹാൻ അന്ന് കൈവിഷം വല്ലതും തന്നിരുന്നു, അതോ നമ്മൾ ശ്രദ്ധപ്പെടാതെ പോയതാണെന്നൊക്കെ ആലോചിക്കണ്ടാവില്ലേ ഇങ്ങനെയൊക്കെ എഴുതി വെക്കുമ്പോ? ഈ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന മണ്ടന്മാരെ നമ്മൾ എന്താ പറയാ? അത് ഏത് മതത്തിന്റെ പേരിലാണെങ്കിലും. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യം തന്നെ 1 മാസം കഴിഞ്ഞപ്പോ പാലാ മെത്രാന്റെ സ്ഥാനത്ത് ഒരു മൗലവിയോ മുസ്ലിയാരോ പറഞ്ഞതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ എനിക്കിതിൽ വ്യത്യസ്തമായിട്ടൊന്നും പറയാനില്ല. ഇവന്മാരെല്ലാരും കൂടി നമ്മളെ ഒത്ത തകർത്തുകൊണ്ടിരിക്കുന്നു. തമാശയായിട്ട് പറയും, നമ്മൾ ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ശ്രീവിദ്യയൊക്കെ നമ്മുടെ തലയിലുണ്ടായിരുന്നു. ഇപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് രാത്രി വരെ ഒന്ന് നരേന്ദ്രമോദിയുടെ മുഖ തലയിൽ വരുന്നത്. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതം എന്തുമാത്രം അരസികവും ബോറുമായി പോയി എന്നുള്ള ആലോചിച്ച് ചോദിക്കുക. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് ഇങ്ങനത്തെ സംഗതികളല്ലേ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇപ്പൊ നല്ലൊരു നോവൽ വായിക്കുക, അല്ലെങ്കിൽ അതിലേക്കൊന്നും പോകാനേ കഴിയുന്നില്ല. അപ്പോഴേക്ക് നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളെ കുറിച്ച് പറഞ്ഞല്ലോ. പക്ഷെ അത് കഥകൾ വായിക്കുമ്പോഴും എന്താണ് ഉള്ളിൽ കൂടെ കടന്നു വന്ന് രണ്ടാമത്തെ വഴി റോമൻ കാത്തലിക്. അപ്പൊ ഇത് കണക്ട് ചെയ്യല്ലേ പാലാ ബിഷപ്പിന്റെ ഈ അല്ല നമ്മള് സുനിത മറ്റൊരു മലയാളിയോട് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാം കാരണം ഈ സ്വത്വം എന്ന് പറയുന്ന ഒരു സാധനത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആയുധമാക്കാം. അത് സ്വാഭാവികമായി നമ്മൾ വരുന്ന പശ്ചാത്തലത്തിന്റെ ഒരു അടയാളം മാത്രമായിട്ട് നിൽക്കാം, അല്ലെ? ഞാൻ എപ്പോഴും എഴുതാറുള്ള ഒരു കാര്യമുണ്ട്, ഞാൻ ഒരു മലപ്പുറം മാപ്പിളെ. ഞാൻ എൻ്റെ ഒരു ഓർമ്മക്കുറിപ്പുകൾ എഴുതിയപ്പോൾ തന്നെ അതിന് ഇട്ട ടൈറ്റില് ഒരു മലപ്പുറം മാപ്പിളയുടെ ലോക ജീവിതം എന്നാ. അപ്പൊ ആളുകൾക്ക് എന്നോട് ചോദിക്കും, നീ എന്തിനാ മലപ്പുറം മാപ്പിള എന്നുള്ളതിൽ വീണ്ടും ഊന്നുന്നത്? അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ജനിച്ചു വളർന്നത് അവിടെയാണ്. അപ്പൊ അവിടുത്തെ ശീലങ്ങൾ, അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ സംസാര രീതി, അല്ലെങ്കിൽ അവിടുത്തെ പല പ്രത്യേകതകൾ നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാവുമല്ലോ, അല്ലേ? അതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മളെല്ലാവരും കൂടി ഒരു സാർവജനീന മനുഷ്യനാവേണ്ട യാതൊരു കാര്യവുമില്ല. ഞാൻ സുനിതയെ പോലെ ആവുക, സുനിത എന്നെ പോലെ ആവുക, ബാക്കി എല്ലാവരും നമ്മളെ പോലെ ആയി ലോകം പരമ ബോറായിരിക്കും. അതിന്റെ ആവശ്യമില്ല. ബഹുസ്വരത എന്ന് പറയുമ്പോൾ അത്തരം നിലക്കുള്ള നമ്മളെ സ്വത്വപരമായ വ്യത്യാസങ്ങൾ, കാഴ്ചപ്പാടിലുള്ള വ്യത്യാസങ്ങൾ, വിശ്വാസങ്ങളിലുള്ള വ്യത്യാസങ്ങൾ, ഇതെല്ലാം വരാവുന്നതാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറമുള്ള ഒരു പൊതുമണ്ഡലം കണ്ടെത്തുക, ആത്യന്തികമായി നമ്മൾ തമ്മിലുള്ള ഒരു കോമൺ ഗ്രൗണ്ട് കണ്ടെത്തുക എന്നുള്ളതാണല്ലോ പ്രധാനം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. സ്വത്വ നിരാകരണമല്ല പരിഹാരം. സ്വത്വം എന്ന് പറയുന്നത് നമുക്ക് ജനിക്കുമ്പോൾ ഞാനിപ്പോ മുസ്ലിമാണ്, ഷാജഹാൻ എന്നാണ് എൻ്റെ പേര്. ഞാൻ അങ്ങനെ വലിയ മതജീവിതം നയിക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ എന്തുകൊണ്ട് അതിന്റെ ജന്മവുമായിട്ട് ബന്ധപ്പെട്ടൊരു സാധനമാണ്. ഞാൻ തീരുമാനിച്ചതാണ് അല്ലല്ലോ, ഞാൻ തീരുമാനിച്ചൊന്നുമല്ലല്ലോ. അത് ലോകത്തെ മഹാഭൂരിഭാഗം മനുഷ്യരുടെ ഈ സ്വത്വങ്ങൾ അവര് തീരുമാനിക്കണം. ഞാൻ മലയാളിയായി പോയി, ഞാനാണോ? ഇപ്പൊ ഞാൻ കുറെ കാലം മുമ്പ് തീരുമാനിച്ചു എനിക്ക് മലയാളിയായിട്ട് ജനിക്കണം എന്ന് തീരുമാനിച്ചൊന്നുമല്ലല്ലോ. ഞാൻ ജനിച്ചത് മലയാളിയായി പോയി, അതുകൊണ്ട് ഞാൻ മലയാളിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്വത്വം എന്നുള്ളത് സ്വന്തം നിലക്ക് അപകടം പിടിച്ചൊരു സാധനമൊന്നുമല്ല. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്ത മത പശ്ചാത്തലങ്ങളിൽ, വ്യത്യസ്ത ഭാഷാ പശ്ചാത്തലങ്ങളിൽ, വംശ പശ്ചാത്തലങ്ങളിൽ, ആണും പെണ്ണും ഇതര ലിംഗങ്ങളും ഒക്കെയായാണ് ജനിക്കുന്നതും വളരുന്നതും. അതിനെ നമ്മൾ എന്താക്കുന്നു? നമ്മുടെ സാമൂഹികതയിൽ, നമ്മൾ സമൂഹമായിട്ടുള്ള നമ്മളെ ഇടപഴകലുകളിൽ എങ്ങനെയാണ് നമ്മൾ ഈ സ്വത്വങ്ങളെ നമ്മൾ സ്വയം പ്രദർശിപ്പിക്കുന്നത്, അതിനെന്ത് അർത്ഥമാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് വാസ്തവത്തിൽ നമ്മളെ
ഒരു സാമൂഹ്യ ജീവിയാക്കി തീർക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പൊ ആ നിലക്ക് പറയുമ്പോൾ നമ്മളൊരു ബഹുസ്വരവാദിയാകുന്നത്, മതനിരപേക്ഷവാദിയാകുന്നത്, മതരാഷ്ട്രവാദത്തിൽ വിശ്വസിക്കാത്ത ഒരാളാകുന്നത്, സമാധാനത്തിനും മൈത്രിക്കും വേണ്ടി നിലകൊള്ളുന്നതൊക്കെയാണ് നമ്മൾ നമുക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്വത്വം എന്ന് പറയുന്നത്. അത് ചിലരുടെ കാര്യത്തിൽ മതവിശ്വാസം നിലനിർത്തിക്കൊണ്ടാവാം, മറ്റു ചിലരുടെ കാര്യത്തിൽ മതവിശ്വാസമേ വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ടാകാം. അതൊക്കെ ഓരോരുത്തർ നടത്തുന്ന തെരഞ്ഞെടുപ്പുകളാണ്. ആ തെരഞ്ഞെടുപ്പുകൾ ആണ് വാസ്തവത്തിൽ നമ്മളെ സമനില തെറ്റാത്തൊരു സമൂഹത്തിന്റെ അംഗങ്ങളാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ചൊരു സമൂഹത്തിലെ അംഗങ്ങളാക്കി മാറ്റുന്നത്. അപ്പം സ്വത്വം എന്നതും സ്വത്വ രാഷ്ട്രീയം എന്നതും രണ്ടും രണ്ടാണ്. സ്വത്വത്തെ എങ്ങനെയാണ് മറ്റു സ്വത്വങ്ങളുമായുള്ള നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മെ നാമാക്കി മാറ്റുന്നത്. ആ അർത്ഥത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സ്വത്വ രാഷ്ട്രീയത്തിൽ അതിൻ്റെ മിക്ക സംഗതികളോടും വിയോജിക്കുമ്പോൾ തന്നെ പല ബഹുസ്വര സമൂഹങ്ങളിലും ചില നിലക്കുള്ള സ്വത്വ രാഷ്ട്രീയത്തിന് സാധുതയുണ്ടാകും. അത് രാഷ്ട്രീയമായൊരു നിലപാട് നമ്മൾ എടുക്കുമ്പോൾ പലപ്പോഴും, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ പലപ്പോഴും അധസ്ഥിത വിഭാഗങ്ങൾ സ്വന്തമായി സംഘടിച്ചപ്പോൾ മാത്രമാണ് അവർക്ക് ശാക്തീകരണം ലഭിച്ചിട്ടുള്ളത്. ഇപ്പൊ മായാവതിയെ പോലൊരു ദലിത് യു പിയിൽ മുഖ്യമന്ത്രിയാകുന്നത്, യു പിയിലും ബീഹാറിലും യാദവരായ ആളുകൾ ആദ്യമായിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത്, കേരളത്തിലെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ തന്നെ രാഷ്ട്രീയമായ ശാക്തീകരണം സംഭവിക്കുന്നതൊക്കെ തന്നെ സ്വത്വ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി തന്നെയാണ്. അല്ലെങ്കിൽ അധീശത്വമുള്ള വിഭാഗങ്ങൾ എല്ലാ അധികാരവും അവർക്ക് വേണ്ടി മാത്രം കൈയടക്കി വെക്കുകയും മറ്റുള്ളവരെല്ലാ കാലത്തും പുറത്തു നിർത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകും. പക്ഷെ അത് നമ്മുടെ ഭരണഘടനയുടെ ഒരു പരിധിക്കുള്ളിൽ ആകുമ്പോഴും, അത് അതിന്റെ പരിധി കടക്കാതിരിക്കുമ്പോഴും മാത്രമാണ് ഒരു ബഹുസ്വര ജീവിതം സാധ്യമാവുന്നത്. അപ്പൊ സ്വത്വ രാഷ്ട്രീയം പോലും പൂർണ്ണമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ നിങ്ങളുടെ സ്വത്വ രാഷ്ട്രീയം നിങ്ങൾ മറ്റൊരു സ്വത്വത്തോടുള്ള എതിർപ്പിന്റെയോ വൈരാഗ്യത്തിന്റെയോ ഭാഷയിലാണ് പ്രകടിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ സമൂഹത്തിൽ ചിത്രത ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതേസമയത്ത് ഭരണഘടനാപരമായ ഒരു വിഭാഗം, പ്രത്യേകിച്ച് അധസ്ഥിതമായ ഒരു വിഭാഗം, തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെയും അവകാശത്തിന്റെയും പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വാദിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിലൊക്കെ തന്നെ ഒരു ബഹുസ്വര സമൂഹത്തിൽ എല്ലാവരും പുലർത്തേണ്ട മര്യാദകളും അതിന് ഉചിതമായ ഒരു ഭാഷയും ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി. അപ്പൊ ആ അർത്ഥത്തിൽ ഓരോരുത്തരും സ്വയം തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ട ഒരു കാലമാണ്. ഞാൻ എൻ്റെ മതത്തിന്റെ പേരിലുള്ള, എൻ്റെ സമുദായത്തിന്റെ പേരിലുള്ള വർഗീയതയുടെ ഭാഗമാകണോ, അതല്ല അതിനെ എതിർത്തുകൊണ്ട് എല്ലാ വർഗീയതകളെയും എതിർക്കാനുള്ള ഇച്ഛാശക്തിയും വിശ്വാസ്യതയും ഞാൻ എനിക്ക് വേണ്ടി കൈവരിക്കണോ എന്നൊരു ചോദ്യത്തിനാണ് ഇന്നത്തെ ഇപ്പം നമ്മൾ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ ഏതു മലയാളിയും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കേണ്ട ഒരു കാര്യം. കാരണം എല്ലാ വർഗീയതയും കുറെ സത്യങ്ങളുടെയും കുറെ അസത്യങ്ങളുടെയും കുറെ നുണകളുടെയും ഒക്കെ മേലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം വാദപ്രതിവാദങ്ങൾക്ക് പോയി നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല. ഇപ്പൊ മുസ്ലിമിനോട് വിരോധമുള്ള ഒരാൾക്ക്, മുസ്ലിം നോട് വർഗീയമായ വിരോധമുള്ള ഒരാൾക്ക് അതിന് ഒരുപാട് ന്യായങ്ങൾ കാണാൻ പറ്റും. താലിബാന്റെ പേര് പറയാം, മറ്റു പല സ്ഥലങ്ങളിലും മുസ്ലിങ്ങൾ ചെയ്ത ബോക്കോ ഹറാമിന്റെ പേര് പറയാം. പക്ഷെ അങ്ങനെയാണോ നമ്മൾ മനുഷ്യരെ കാണേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ്. നമ്മൾ ഇതിനൊക്കെ അപ്പുറമുള്ള ഈ സ്വത്വങ്ങൾക്കൊക്കെ ഒപ്പം തന്നെ നമ്മൾക്ക് മനുഷ്യൻ എന്നുള്ളൊരു സ്വത്വമുണ്ടെന്നും അതിനെ നിർണയിക്കുന്നത് മാനവികമോ പ്രാപഞ്ചികമോ ആയ ചില കാഴ്ചപ്പാടുകളും ദർശനങ്ങളും വികാരങ്ങളുമായിരിക്കണമെന്നും തിരിച്ചറിയുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ, ഇനി പാലാമെത്രാൻ വന്നാലും ഏതെങ്കിലും മുസ്ലിയാർ കോഴിക്കോട് നിന്ന് പ്രസംഗിച്ചാലും ഏതെങ്കിലും സ്വാമി വേറൊരിടത്ത് പ്രസംഗിച്ചാലും ഒക്കെ തന്നെ നമുക്കിതിൽ ഒരേ നിലക്കുള്ള നിലപാടുകൾ എടുക്കാൻ പറ്റും. അത്തരം നിലപാടുകൾ എടുക്കണമെങ്കിൽ നൈതികതയായിരിക്കണം നമ്മുടെ നിലപാടുകളെ നിശ്ചയിക്കുന്ന ഘടകം. അല്ലാതെ ജന്മസ്വത്വമോ നമ്മളുടെ തന്നെ മുൻവിധികളോ വളർന്നു വന്ന കാലഘട്ടത്തിന്റെ സ്വാധീനങ്ങളോ ഒന്നും ആവരുത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ആളുകൾക്ക് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ സ്വത്വം, സ്വത്വ രാഷ്ട്രീയവും നിലപാടുകളും മതവും വിശ്വാസവും എല്ലാം കൂടെ കണക്ട് ചെയ്താ പറഞ്ഞത്. എനിക്ക് തോന്നുന്ന ഒരു ആദ്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, പക്ഷെ ഒന്നുകൂടെ കേട്ടാൽ അത് ക്ലിയർ ആവും തോന്നുന്നു അല്ലേ? അല്ല, അത് ഇത്രയേ ഉള്ളൂ. അത് ഒറ്റ വളരെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, എന്റെ വർഗീയതയ്ക്ക് വേണ്ടി ന്യായം കണ്ടെത്തുകയും മറ്റുള്ളവന്റെ വർഗീയതയെ എതിർക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പുകളിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെട്ട് പുറത്തു വരിക. ആദ്യം എന്റെ വർഗീയതയെ ഞാൻ എതിർക്കുക, എന്റെ സമുദായത്തിന്റെ, എന്റെ മതത്തിന്റെ പേരിലുള്ള വർഗീയതയെ ഞാൻ എതിർക്കുക. അതിൽ നിന്ന് എനിക്കൊരു വിശ്വാസ്യത കിട്ടും. ആ വിശ്വാസ്യത വെച്ചുകൊണ്ട് നമ്മൾ മറ്റു വർഗീയതകളെ എതിർക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സമൂഹത്തിൽ
ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ മനുഷ്യനാവുക എന്നുള്ളത് മരിക്കുന്നത് വരെ നടക്കാത്തൊരു വലിയ വാലികേറ മലയായിട്ട് അവശേഷിക്കും എന്നുള്ളതാണ് അതിന്റെ ഇപ്പൊ ക്ലിയർ ആയി. പച്ചയായിട്ട് പറഞ്ഞത്. ഇപ്പൊ പച്ച മലയാളത്തിൽ പറഞ്ഞപ്പോ ക്ലിയർ ആയി. അപ്പൊ താങ്ക് യു സോ മച്ച്. കുറെ നേരം താങ്ക് യു വെരി മച്ച് വനിത, ഞാൻ എൻജോയ് ചെയ്തു. അപ്പൊ പ്രേക്ഷകർ എനിക്ക് വന്നപ്പോ ആദ്യമായിട്ടാണ് എന്റെ യൂട്യൂബിൽ സംസാരിക്കുന്നത്. അപ്പൊ പുതിയ പ്രേക്ഷകരും പുതിയ ആളുകളും. അല്ല, ഒരു കാര്യം കൂടി പറയാം. ഞാൻ സാധാരണ ടെലിവിഷനിൽ ഒന്നിലും പോകാത്ത ആളാണ് ഈ കഴിയുന്നത്. ഞാൻ എന്റെ ജീവിതത്തിൽ തന്നെ ഇതുവരെ ഒരു 10 വട്ടത്തിലധികം ടെലിവിഷനിൽ വന്നിട്ടുണ്ടാവില്ല. ആരും വിളിച്ചാലും ഞാൻ പോകില്ല. ഞങ്ങളിത് ഞങ്ങളുടെ വലിയ പ്രിവിലേജ് ആയിട്ട് എടുക്കുന്നു. എന്റെ പ്രിവിലേജ് അല്ലേ, അതിനല്ലേ വന്ന്. ഏതായാലും ശരി സുനിത, സന്തോഷം. താങ്ക് യു.